ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. പ്രപഞ്ചാധിപതിയായ പടച്ചതമ്പുരാന്റെ വിധിവിലക്കുകൾ പാലിച്ച് ഇസ്ലാമികമായ ഒരു ജീവിതം നയിക്കണമേ എന്ന് ആമുഖമായി എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും പര്യായമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാമോഫോബിയ ബാധിച്ച മീഡിയകളുടെയും മാധ്യമ പ്രവർത്തകരുടെയും ജുഗുത്സാഹമായ പ്രചണ്ഡമായ പ്രചരണങ്ങൾക്കിടയിൽ നിന്ന് എന്താണ് ഇസ്ലാം എന്ന് ലോകത്തിന് പറഞ്ഞുകൊടുക്കാൻ, തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ആശയങ്ങളെ മനസ്സിലാക്കി കൊടുക്കാൻ, മുസ്ലിമീങ്ങൾക്ക് മറ്റുള്ളവരെ കൊല്ലുവാനും തകർക്കുവാനുമൊക്കെ പ്രചോദനം ലഭിക്കുന്നത് ഖുർആനിൽ നിന്നാണെന്നാണ്. അതുകൊണ്ട് ഖുർആൻ നിരോധിക്കണം എന്ന് പോലും ചില ആളുകൾ പറയുകയും കോടതിയിൽ പോവുകയും ചെയ്യുന്ന ഒരു രാജ്യത്തും ഒരു കാലത്തും ഖുർആനിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കള്ളപ്രചരണങ്ങളും പരിഹാസങ്ങളും കാർട്ടൂണുകളുമൊക്കെ വരച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കുവാനും അപഹസിക്കുവാനും പരിഹസിക്കുവാനും ചില ആളുകൾ മുന്നോട്ട് വരുമ്പോൾ ആ നേതാവിന്റെ ഔന്നിത്യത്തെ ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് നാം ഇത്തരമൊരു കലക്കത്തോടുകൂടി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. സമാധാനമെന്നർത്ഥമുള്ള ഇസ്ലാം അതിന്റെ വക്താക്കൾക്ക് പോലും സമാധാനം പകർന്നു നൽകുന്നില്ലാത്ത രൂപത്തിൽ അതിന്റെ ആശയങ്ങളെയും അതിന്റെ ആദർശങ്ങളെയും കൃത്യമായി മനസ്സിലാക്കാത്ത ഒരു ജനവിഭാഗം ഇസ്ലാമിന്റെ പേരിൽ ലോകത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെടും. മനുഷ്യന്റെ മുമ്പിൽ അനേകം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ പ്രശ്നങ്ങൾക്കുള്ള ആത്മീയമായ പരിഹാരം വളരെ കൃത്യമായി ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ പരിഹാരങ്ങളിലൊക്കെ മനുഷ്യർക്ക് ലഭിക്കുന്നത് ലോകത്ത് മറ്റെവിടെ നിന്നും ലഭിക്കാത്ത ആത്മസംതൃപ്തിയും മനസ്സമാധാനവും സുരക്ഷിതത്വ ബോധവുമാണ്. പക്ഷെ ഇതിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണോ ഇസ്ലാം മനുഷ്യർക്ക് നൽകുന്ന സുരക്ഷിതത്വ ബോധം, എന്താണോ ഇസ്ലാം ജനങ്ങൾക്ക് നൽകുന്ന സമാധാനം, എന്താണോ ഇസ്ലാം ജനങ്ങൾക്ക് നൽകുന്ന ശാന്തിയും മനസ്സംതൃപ്തിയും, അത് ലഭ്യമാകാതെ ഞങ്ങളും ഇസ്ലാമിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് ടെൻഷനടിച്ച് ദുരിതങ്ങളിലും പ്രയാസങ്ങളിലും മനോവ്യത പൂണ്ട് ജീവിതം ദുരിതപർവമായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുപാടത്തുമുണ്ട്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് രണ്ട് ഭാഗം നമ്മളെപ്പോഴും പറയാറുണ്ട്. ഒന്നാമത്തെ ഭാഗം ലാ ഇലാഹയാണ്. മനുഷ്യാനിന്റെ ജീവിതത്തിൽ അനേകം പ്രശ്നങ്ങളുണ്ടാകും. രോഗങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും. ആ സമയത്ത് നിനക്ക് അവലംബിക്കുവാനും ചോദിക്കുവാനും പറയുവാനും ലോകത്ത് മറ്റൊരാളുമില്ല.
ഒരാളും ഉണ്ടാകാൻ പാടില്ല. കാരണം ആർക്കും അതിന് അർഹതയില്ല. അർഹതയില്ലാത്തവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ അതിന്റെ ദുരന്തഫലം അനുഭവിക്കും. പെരുനാഗപ്പള്ളിയിൽ ഈ അടുത്ത കാലത്ത് ഹസീന എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരി നാപ്പിക്ക് ചവിട്ടേക്ക് കൊല്ലപ്പെടുകയുണ്ടായി. എന്താ കാരണം? രോഗത്തിന് ചികിത്സിച്ചതാണ്. ചികിത്സിച്ചതാരാണ്? അത് ഒരു മുസ്ലിമാണ്. ചികിത്സിക്കാൻ പോയ ഈ സാധു സ്ത്രീയും മുസ്ലിമാണ്. ഇതവിടെ ഒതുങ്ങുന്നില്ല. ജാതി മതഭേദമില്ലാതെ, അതിരുകളില്ലാതെ ഈ ചൂഷണങ്ങളും ഈ ദുർഭരണങ്ങളും ഈ ജീവഹാനികളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വയനാട് ജില്ലയിലെ കബനിപ്പുഴയിൽ ഒരു ദിവസം രാവിലെ സുധ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ ജഡം കൊണ്ടുവരികയുണ്ടായി. ആളുകൾ പുഴയോരത്ത് ഒത്തുകൂടി മാധ്യമങ്ങളും ചാനലുകളും പ്രശ്നം ലൈവായി റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. സുധയുടെ ഭർത്താവിനെ പോലീസ് അധികാരികൾ അറസ്റ്റ് ചെയ്തു. ഭർത്താവാണ് കൊന്നത് എന്നായിരുന്നു പ്രചരണം. 2-3 ദിവസം പത്രങ്ങൾ പല കഥകളും വരഞ്ഞു. 3-ാമത്തെ ദിവസം ചിത്രം മാറിമറിഞ്ഞു. ഒരു സർക്കാർ ജീവനക്കാരിയായിരുന്ന ദലിത് വർഗത്തിൽപ്പെട്ട ഈ സഹോദരിയെ വധിച്ചിട്ടുള്ളത് ഭർത്താവല്ല, പ്രദേശത്തുള്ള ഒരു തങ്ങളാണ് എന്നാണ്. സയ്യിദലവി തങ്ങൾ എന്ന് പറയുന്ന ഈ തങ്ങൾ എന്തിനാണ് ഈ സഹോദരിയെ വധിച്ചത് എന്ന് പോലീസ് അധികാരികൾ പറഞ്ഞുകൊടുത്തു മാധ്യമങ്ങൾക്ക് ലോകത്തോട്. സുധയുടെ ഭർത്താവ് തെറ്റിപ്പിരിഞ്ഞ് ജീവിക്കുകയായിരുന്നു. തെറ്റിപ്പിരിഞ്ഞ് ജീവിക്കുന്ന ഭർത്താവിനെ തന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എന്തുണ്ട് പരിഹാരമെന്ന് അന്വേഷിച്ച ആ സഹോദരിയുടെ മുന്നിൽ ആളുകളൊക്കെ പരിഹാരത്തിന് വേണ്ടി സമീപിക്കുന്ന ഒരു തങ്ങളെ കിട്ടി. എല്ലാവരും തങ്ങളുടെ പ്രശ്നം ഇയാളെ പരിഹരിക്കുമെന്ന് കണ്ട് അവിടേക്ക് പോകുമ്പോൾ ഈ സഹോദരിയും പോയി. എന്നിട്ട് പറഞ്ഞു, എന്റെ ഭർത്താവിനെ എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു തരണം. അയാളിപ്പോൾ വേറൊരു പെണ്ണിന്റെ കൂടെ ജീവിതം നയിക്കുകയാണ്. ആ വാഗ്ദാനം വിശ്വസിച്ചുകൊണ്ട് പണം കൊടുത്തു. 1 ആഴ്ചയും 2 ആഴ്ചയും കഴിഞ്ഞിട്ടും ഭർത്താവ് തന്റെ ജീവിതത്തിലേക്ക് വരുന്നില്ലെന്ന് കണ്ടപ്പോ തന്റെ പണവും നഷ്ടപ്പെട്ടു, തന്റെ ഭർത്താവും നഷ്ടപ്പെട്ടു എന്ന തിരിച്ചറിവിൽ നിന്ന് നിരന്തരമായി മൊബൈൽ ഫോണിലൂടെ തങ്ങളെ വിളിച്ച് സുധ എന്ന് പറയുന്ന ഈ സഹോദരി ശല്യം ചെയ്തു. ഒന്നുകിൽ എന്റെ പണം തരണം, അല്ലെങ്കിൽ എന്റെ ഭർത്താവിനെ എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു തരണം. ഇത് രണ്ടും കൊടുക്കാൻ ഈ തങ്ങൾക്ക് കഴിയില്ലെന്നത് ഉറപ്പാണ്. കാരണം പണത്തിനു വേണ്ടിയാണ് ഇയാൾ ഈ പണിയെടുക്കുന്നത്. പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചില സമയങ്ങളിൽ സംഭവിച്ചു പോകുന്ന ചില കൈപ്പിഴകളടക്കം, ചില ഭാഗ്യങ്ങളടക്കം, ചില കഥകൾ പുറത്തു വരികയെന്നല്ലാതെ ഇയാൾക്കെന്നല്ല ലോകത്തൊരു ചികിത്സാരിക്കും അവരവകാശപ്പെടുന്ന രൂപത്തിൽ അവരവരുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ കഴിയുന്നില്ല. അവസാനം ഈ പെണ്ണിനെ വീട്ടിൽ വിളിച്ചു വരുത്തി ഒലക്ക കൊണ്ടടിച്ചു, ചാക്കിൽ കെട്ടി പുഴയിൽ തള്ളുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹയാണെന്ന് പറഞ്ഞല്ലോ. നിങ്ങളുടെ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും നിങ്ങൾക്ക് പരിഹാരം കാണാൻ ലോകത്തൊരു കേന്ദ്രമില്ലെന്ന് ചുരുക്കം. ലോകത്തൊരാളും നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നവരില്ല, ലോകത്തൊരാളും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവരില്ല. ഇല്ലല്ലാഹ്, അല്ലാഹു ഒഴികെ. എവിടെയാണ് ഈ ആദർശം അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി ജനങ്ങളെ പഠിപ്പിക്കുന്നത്? നോക്കൂ, നിങ്ങൾ സൂറത്തുൽ മുഅ്മിനീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് അല്ലാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ എണ്ണി പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏകദൈവ വിശ്വാസത്തിന്റെ തണലിലും അതിന്റെ കുളിരിലും കഴിവ് സമാശ്വാസത്തിന്റെ തീരത്തിൽ ജീവിക്കണമെങ്കിൽ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുമ്പോഴേ നമുക്ക് സമാധാനം ലഭിക്കുള്ളൂ. അള്ളാഹു ആരാണെന്നും അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ എന്താണെന്നും എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ അവനെ മാത്രം ആരാധിക്കണം, അവനോട് മാത്രം ചോദിക്കണമെന്ന് പറഞ്ഞ് നമ്മളെ അങ്ങോട്ട് വിളിക്കുന്നത്. സൂറത്തുൽ 40-ാമത്തെ അധ്യായം അതിന്റെ 64-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അർള ഖറാറാ വസ്സമാഅ ബിനാആ വസവ്വറകും ഫഅഹ്സന സുവറകും വറസഖകും മിനത് ത്വയ്യിബാത്ത്. അല്ലാഹുവാണ് നിങ്ങൾക്ക് ഭൂമിയെ വാസയോഗ്യമാക്കി തന്നത്. ഖുർആനിലെടുത്ത് പറഞ്ഞു, വലം നജഅലിൽ അർള മിഹാദാ, ഭൂമിയെ നിങ്ങൾക്കൊരു തൊട്ടിലാക്കി തന്നിട്ടില്ലേ പടച്ചോൻ? ചലിക്കുന്ന തൊട്ടിലിൽ കിടന്നുറങ്ങുന്ന കൊച്ചുകുട്ടിക്ക് അത് ചലിക്കുമ്പോഴേ ഉറക്കം വരുള്ളൂ. തൊട്ടിലിന്റെ ആട്ടം നിന്നാൽ കുട്ടി കരയാൻ തുടങ്ങും. ഭൂമി ചലിക്കുമ്പോഴേ ഭൂമിയിൽ വാസയോഗ്യമാവുകയുള്ളൂ. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, വലം നജഅലിൽ അർള മിഹാദാ, ചലിക്കുന്ന ഭൂമിയിൽ നിങ്ങൾക്ക് വാസയോഗ്യമായൊരു സംവിധാനം പടച്ചോൻ തന്നിട്ടില്ലേ?
വാനലോകങ്ങളെ നിങ്ങൾക്ക് എടുപ്പാക്കി തന്നില്ലേ? കോടാനുകൂടി നക്ഷത്രങ്ങളുള്ള സൂര്യനും ചന്ദ്രനുമുള്ള വാനലോകം നമുക്ക് പ്രിയപ്പെട്ടവനെ മേൽപ്പുരയാക്കി തന്നു പടച്ചോൻ. വസവ്വറക്കും ഫഅഹ്സന സുവറക്കും, എന്ത് മനോഹരമായ രൂപമാണ് പടച്ചോൻ നമുക്ക് നൽകിയിട്ടുള്ളത്. കമ്പ്യൂട്ടറിൽ ആനിമേഷൻ ചിത്രങ്ങൾ ചെയ്യുന്ന ചെറുപ്പക്കാരെ ശ്രദ്ധിച്ചു നോക്ക്. ആനിമേഷൻ ചിത്രങ്ങളുടെ പരസ്യങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ആ പരസ്യങ്ങളിൽ അവർ ഡിസൈൻ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ജീവികളുണ്ടോ, ആ ജീവികൾക്ക് പടച്ചോൻ കൊടുത്തത് രൂപത്തിലുള്ള അതിന്റെ മാതൃകയിലുള്ള അതിന്റെ ഫോട്ടോസ്റ്റാറ്റിലുള്ള ഒരു രൂപം കൊടുക്കാതെ അതൊരു ജീവിയാണെന്ന് നമുക്ക് തോന്നുകയില്ല. കാരണം പടച്ചോനാണ് ഒന്നാമത്തെ ഡിസൈനർ. കേവല രൂപമല്ല, എന്ത് മനോഹരമായ രൂപമാണെന്നാണ് നമുക്ക് നൽകിയിട്ടുള്ളതെന്നാണ് ഓർമ്മിപ്പിക്കുന്നു. ഈ കണ്ണ പോലെ, ഈ കാതുപോലെ, ഈ കൈകാലുകൾ പോലെ, ഈ അസ്ഥികൂടങ്ങൾ പോലെ, ഈ ശരീരത്തിന്റെ സന്ധി വ്യവസ്ഥകൾ പോലെ ലോകത്ത് മറ്റൊരു ജീവിക്കുമില്ല. അത്രയേറെ മഹത്തരമായ ഘടനയോടെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, അതിന്റെ അനുഗ്രഹങ്ങൾ ആലോചിച്ചാൽ തന്നെ, തുടർന്ന് പറയുന്ന ഓരോരോ അനുഗ്രഹങ്ങളെ പറ്റിയും ആലോചിച്ചാൽ തന്നെ അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കും. പക്ഷേ മനുഷ്യർ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലഹരിക്കടിമപ്പെട്ടു പോകുന്നത്, അള്ളാഹുവിനെ മറന്ന് അള്ളാഹുവില്ലാത്തവരിലേക്ക് പോകുന്നത്, പലപ്പോഴും അധാർമിക ജീവിതം നയിക്കുന്നത് അള്ളാഹുവിനെ പറ്റിയുള്ള ബോധം ശരിക്കില്ലാത്തത് കൊണ്ടാണ്. റബ്ബല്ലേ അനുനിമിഷം നമ്മളെ നിയന്ത്രിക്കുന്നത്, റബ്ബല്ലേ അനുനിമിഷം നമുക്ക് വേണ്ട അനുഗ്രഹങ്ങൾ ഭൂമിയിൽ സംവിധാനിക്കുന്നത്. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന മനുഷ്യന്റെ 2 വൃക്കുകളിലുള്ളത് 25 ലക്ഷം അരിപ്പകളാണ്, 25 ലക്ഷം നെഫ്രോണുകളാണ്. ആ അരിപ്പകളിലൂടെ അരിച്ചെടുത്ത് വേണം മൂത്രമങ്ങ് പുറത്തേക്ക് പോകാൻ. ജീവിതകാലത്തെപ്പോഴും മൂത്രതടസ്സം അനുഭവപ്പെട്ട് വേദന കൊണ്ട് പ്രളയുന്ന ഒരു മനുഷ്യൻ, അവനെങ്ങാനും മൂത്രം തടസ്സപ്പെട്ട് ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട ഒരു കൃത്രിമ പൈപ്പ് അവന്റെ ഉള്ളിലേക്കിട്ട് മൂത്രം പുറത്തെടുത്താൽ 1 or 2 തവണ പുറത്തെടുക്കുന്ന മൂത്രത്തിന് കൊടുക്കേണ്ട 10,000 രൂപ. ജീവിതകാലം അത്രയും നാം അനുഭവിക്കുന്ന ഈ സൗകര്യത്തിന്റെ സംവിധാനത്തിന്റെ വില എത്രയാ, എത്ര കോടിയാ, എത്ര ലക്ഷമാ പ്രിയപ്പെട്ടവരെ. ഇത് പടച്ചോ നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹമാണ്. ഒരു മനുഷ്യന്റെ കണ്ണിനെപ്പറ്റി, കാതിനെപ്പറ്റി, ഹൃദയത്തെപ്പറ്റി, വൃക്കുകളെപ്പറ്റി, നാഡീ വ്യവസ്ഥകളെപ്പറ്റി, ദഹനേന്ദ്രിയങ്ങളെപ്പറ്റി ആഴത്തിൽ ആലോചിക്കുന്നവർക്ക് ഇതൊന്നും വെറുതെ ഉണ്ടായതല്ല, ഇതൊന്നും ഒരു പ്ലാനിങ് ഇല്ലാതെ ഉണ്ടായതല്ല. കൈവിരലുകളുടെ പ്ലാനിങ് എന്താ? 4 വിരൽ ഇങ്ങോട്ട് അമരുമ്പോൾ മറ്റൊരു വിരൽ അങ്ങോട്ട് പോകണം, എങ്കിലേ കൈക്ക് ബലമുണ്ടാവുകയുള്ളൂ. വിരലിന്റെ തറ്റത്ത്, വിരലിന്റെ അങ്ങേയറ്റത്ത് നഖം സംവിധാനിച്ചാലേ നമ്മുടെ കൈക്ക് ബലമുണ്ടാവുകയുള്ളൂ. ഇങ്ങനെ എന്തെന്ത് പ്ലാനിംഗ് ആണ്, എന്തെന്ത് ആസൂത്രണമാണ്. ഈ ആസൂത്രണമില്ലാതെ മനുഷ്യന് വെറുതെ പടച്ചതല്ലോ ഉറപ്പ്, വെറുതെ പടച്ചതല്ലോ ഉറപ്പ്. അതുകൊണ്ടാണ് ആ ആസൂത്രണം എടുത്തു പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ മനുഷ്യനെ പടച്ചുവെന്ന് പറയുന്ന ഏതെങ്കിലും ശക്തികൾ ലോകത്തുണ്ടോ? ആരാധിക്കപ്പെടുന്ന, പ്രാർത്ഥിക്കപ്പെടുന്ന, പൂജിക്കപ്പെടുന്ന, നൈവേദ്യം അർപ്പിക്കപ്പെടുന്ന ഏതെങ്കിലും വ്യക്തികളും ശക്തികളും ലോകത്തുണ്ടോ? ഇല്ലെന്ന് മാത്രമല്ല, ആളുകൾ അവകാശവാദം ഉന്നയിച്ചവരൊക്കെ ജനനമുള്ളവരും മരണമുള്ളവരും മറവിയുള്ളവരും അതേ പ്രകാരം തന്നെ അവർക്കൊക്കെ ദൗർബല്യങ്ങളുള്ളവരുമായിരുന്നു. ഇന്ത്യയിൽ ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു സത്യസായി ബാബ. സത്യസായി ബാബയുടെ സേവന പ്രവർത്തനങ്ങൾ നമ്മൾ വിലയിരുത്തുന്നു, അംഗീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സായിബാബ മരണക്കിടക്കയിൽ കിടന്നത് 28 ദിവസമാണ്. 28 ദിവസം അദ്ദേഹത്തിന്റെ ആന്തരിക അവയവങ്ങൾ മുഴുവനും ക്ഷയിച്ചു പോയിരുന്നു. വിദഗ്ധന്മാരായ അനേകം ഡോക്ടർമാർ അദ്ദേഹത്തിന്റെ ചുറ്റും കൂടിയിരുന്നു. 10,000-കണക്കിന് ഭക്തജനങ്ങൾ സായി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നിട്ടുണ്ട്. പക്ഷെ പ്രവചിച്ചതിന് 8 വർഷങ്ങൾക്ക് മുമ്പ് സത്യസായി ബാബ ലോകത്തോട് വിട പറഞ്ഞുപോയി. സ്വന്തം ജീവിതം പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത, സ്വന്തം ജീവിതത്തിന്റെ പ്രതിസന്ധി പോലും മറികടക്കാൻ കഴിയാത്ത, ലോകത്തൊരു മനുഷ്യന്റെ സൃഷ്ടിപ്പിലും പങ്കുകൊണ്ടിട്ടില്ലാത്ത എത്രയെത്ര ആളുകളും വ്യക്തികളുമാണ് ഇന്ന് ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, പ്രാർത്ഥിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, നിങ്ങളെ ഞാനാണ് ഡിസൈൻ ചെയ്തത്. ഭക്ഷിക്കുന്ന ഭക്ഷണത്തെ പറ്റി ആലോചിച്ചു നോക്കൂ. എന്ത് ശുദ്ധമായ ഭക്ഷണമാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. അള്ളാഹു ആ പ്രകൃതമാണ് നമുക്ക് നൽകിയത്. ഭക്ഷിക്കുന്ന സമയത്ത് നാവിനൊരൽപ്പം അരുചി തോന്നിയാൽ, രുചി വ്യത്യാസം തോന്നിയാൽ ആ ഭക്ഷണം നമ്മൾ മാറ്റിവെക്കും, അതങ്ങ് ഒഴിവാക്കും. അത് കാക്ക ഭക്ഷിക്കും, പൂച്ച ഭക്ഷിക്കും, നായ ഭക്ഷിക്കും. നിങ്ങൾ ഭക്ഷിക്കേണ്ട. അള്ളാഹു നിങ്ങൾക്കത് ഭക്ഷിക്കുവാനുള്ള പ്രകൃതം തന്നിട്ടില്ല. അതുകൊണ്ട് പടച്ചവൻ പറഞ്ഞ, മനുഷ്യ, നിനക്ക് ശുദ്ധമായ ആഹാരം ഭക്ഷിക്കുവാനുള്ള പ്രകൃതമാണ് പടച്ചവൻ തന്നത്.
പഠിച്ചോണ്ടെടുത്ത് പറഞ്ഞു, വലഖദ് കറംനാ ബനീ ആദം, ഈ ആദമിന്റെ മക്കളെ, മുസ്ലിങ്ങളെ എന്നല്ല, ആദമിന്റെ മക്കളെ, എല്ലാ മനുഷ്യരും അതിൽപ്പെട്ടു. നാം നിങ്ങളെ ആദരിച്ചിരിക്കുന്നു, ഞാൻ നിങ്ങളെ ബഹുമാനിച്ചിരിക്കുന്നു, അല്ലാഹ് നമ്മളെ ബഹുമാനിച്ചിരിക്കുന്നു. എന്ത് ആദരവും എന്ത് ബഹുമാനവുമാണ് അല്ലാഹു നമുക്ക് നൽകിയത്. ഇതൊക്കെ റബ്ബ് നമുക്ക് ചെയ്തു തന്നു. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, ദാലിക്കുമുല്ലാഹു റബ്ബുക്കും, അവനാണ് നിങ്ങളെ രക്ഷിതാവ്. തബാറക്കല്ലാഹു റബ്ബുൽ ആലമീൻ. ലോക രക്ഷിതാവായ പടച്ചതമ്പുരാൻ അനുഗ്രഹപൂർണനായിരിക്കുന്നു. അവനിപ്പോഴും സജീവനാണ്, അവനിപ്പോഴും ജീവിച്ചിരിക്കുന്നവനാണ്. അവൻ മരിച്ചു പോയിട്ടില്ല, അവൻ മറവിയിലാണ്ട് പോയിട്ടില്ല, അവൻ മയക്കത്തിൽ വീണിട്ടില്ല. അവൻ ഇപ്പോഴും നിങ്ങളെ നിരീക്ഷിക്കുന്നവനാണ്, നിങ്ങളെ കാണുന്നവനാണ്, നിങ്ങളെ കേൾക്കുന്നവനാണ്. നിങ്ങളുടെ മനസ്സിന്റെ നൊമ്പരങ്ങളും പ്രതീക്ഷകളും നിരാശകളും ആശകളും പ്രാർത്ഥനകളും അറിയുന്നവനാണ്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലാഹു, ഇനി അവനല്ലാതെ മറ്റൊരാരാധ്യ നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല, അവനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല, അവനല്ലാതെ മറ്റൊരു പ്രാർത്ഥിക്കപ്പെടുന്നവൻ നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല. എന്നിട്ട് റബ്ബ് പറയുന്നു, മുഖ്ലിസീന ലഹുദ്ദീൻ വദഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ. ഇതൊക്കെ എടുത്തു പറഞ്ഞിട്ട് അല്ലാഹ് പറഞ്ഞത് വദഉഹു. ഇനി നിങ്ങൾ ദുആ ചെയ്യേണ്ടത്, ഇനി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, ഇനി നിങ്ങൾക്ക് രോഗം വന്നാൽ പറയേണ്ടത്, ഇനി നിങ്ങളുടെ പ്രയാസങ്ങൾ പറയേണ്ടത് അല്ലാഹുവിനോട് മാത്രമാണ്. കാരണം അവനല്ലേ എല്ലാം നൽകിയത്, എല്ലാത്തിന്റെ പ്രശ്നങ്ങളും പരിഹരിക്കേണ്ടതും അവനല്ലേ. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാമിന്റെ ഔന്നിത്യം. ഇസ്ലാം ചൂഷണമുക്തമായ ഒരു ആദർശമാണ്. കാരണം ഇസ്ലാമിന്റെ യഥാർത്ഥ ആശയത്തിൽ നിന്ന് വിട്ടാൽ അവിടെ ചൂഷണം കടന്നു വരും. അങ്ങനെയാണ് ഈ ഹസീന കൊല്ലപ്പെട്ടത്, അങ്ങനെയാണ് ഈ സുധ എന്ന് പറയുന്ന സഹോദരി വധിക്കപ്പെട്ടത്. നാദാപുരത്തുള്ള ഒരു അധ്യാപകന്റെ ഭാര്യ, എനിക്ക് എന്റെ നാട്ടിലുള്ള കഥയാണ് പറയാൻ പറ്റൂ. ഇവിടെ തിരൂരിൽ തന്നെ ഇഷ്ടംപോലെ ഇതുപോലുള്ള ചരിത്രങ്ങൾ കേൾക്കാം. എത്ര പറഞ്ഞാലും പഠിക്കാത്ത, എത്ര പഠിപ്പിച്ചു കൊടുത്താലും മനസ്സിലാക്കാത്ത ആളുകൾ വീണ്ടും വീണ്ടും ഇത്തരം കേന്ദ്രങ്ങളെ സമീപിക്കുകയും ഇത്തരം ആളുകളിൽ നിന്ന് ചൂഷണങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്യുന്നു. തലവേദനയ്ക്ക് വേണ്ടി എന്റെ നാട്ടിലുള്ള ഒരു മുസ്ലിയാരെടുത്ത് ചികിത്സക്ക് വന്നു. പെണ്ണിനെ കയറി പിടിച്ചു. ഈ പെണ്ണ് വീട്ടിൽ പോയി പറഞ്ഞു. ആ വീട്ടിൽ നിന്ന്, അഥവാ ആ പ്രദേശത്തിൽ നിന്നൊരു ജീപ്പ് നിറയെ ആളുകൾ വന്നു. വയനാട് ജില്ലയിലെ പടിക്കാറത്തറയിലുള്ള സാദിഖ് മുസ്ലിയാരുടെ വീട് അടിച്ചു പൊളിച്ചു. പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ വാർത്ത വന്നതാണ്. അന്ധവിശ്വാസികളുടെ മാനം നഷ്ടപ്പെടുന്നത് കണ്ടോ നിങ്ങൾ? ജീവൻ നഷ്ടപ്പെടുന്നത് കണ്ടോ നിങ്ങൾ? സമ്പത്ത് അത്ര നഷ്ടപ്പെടുന്നുണ്ട്. ഇവിടെ പ്രിയപ്പെട്ടവരെ, എനിക്കെന്റെ റബ്ബ് മതി എന്ന് തീരുമാനിക്കാനാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കുന്നത്. ഒരു പടച്ചവനോട് മാത്രം പ്രാർത്ഥിക്കാനാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠിപ്പിക്കുന്നവന്റെ സ്വസ്ഥതയും സമാധാനവും അവന് കിട്ടുന്ന സുരക്ഷിതത്വ ബോധവും സംതൃപ്തിയും ലോകത്ത് വേറാർക്കും കിട്ടൂല. അല്ലാഹുവല്ലാത്ത ആളുകളിലേക്ക് പ്രാർത്ഥിക്കുവാനോ കാര്യങ്ങൾ നേടുവാനോ പോകുന്നവർ കേവലം ജീവിച്ചിരിക്കുന്നവരുടെ അടുത്തേക്ക് മാത്രമല്ല, മരിച്ചവരുടെ അടുത്തേക്കും പോകാറുണ്ട്. ജാറങ്ങളിലേക്ക്, മക്കുപറകളിലേക്ക്, കടുക്കകളിലേക്ക് തങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറയാൻ പോകുന്ന ആളുകളിലെ പ്രിയപ്പെട്ടവരെ ഞാൻ ചോദിക്കട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ പൂർത്തീകരണം നിർവഹിച്ചത് ത്തിന്റെ കാതലായ വശം ഏകദൈവ വിശ്വാസമാണ്. ആ വിശ്വാസം കൊണ്ട് ലഭിക്കേണ്ടുന്ന നിർഭയത്വവും സമാധാനവും നഷ്ടപ്പെടുന്നത് ആ വിശ്വാസത്തിൽ കളങ്കം വരുമ്പോഴാണ്. അങ്ങനെ കളങ്കം വരുമ്പോഴാണ് എനിക്കെന്റെ പടച്ചവന് പുറമെ മറ്റു പലരും രക്ഷകരാണെന്ന് തോന്നുന്നത്. അങ്ങനെ രക്ഷകരാണെന്ന് വിശ്വസിച്ചാൽ പലപ്പോഴും ആളുകൾ ചെന്ന് പ്രാർത്ഥിക്കപ്പെടുന്ന ഒരുപാട് കേന്ദ്രങ്ങളുണ്ട്. രോഗം മാറാനും ദുരിതം നീങ്ങാനും സമീപിക്കുന്ന കേന്ദ്രങ്ങളുണ്ട്. ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നവനാണ്. വയനാട്ടിൽ നിന്ന് വരുമ്പോൾ എല്ലാ ഭാഗത്തുകൂടെയും ചുരമുണ്ട്. പ്രിയപ്പെട്ടവരെ, കുറ്റ്യാടി വഴിക്ക് വരുമ്പോൾ അവിടെ ഒരു പക്രംതളം ചുരമുണ്ട്. താമരശ്ശേരി വഴിക്ക് വരുമ്പോൾ അവിടെ ഉടുങ്ങാക്കാട് മക്കാമുണ്ട്. അപ്പുറത്ത് കുറ്റ്യാടി ചുരത്തിൽ പക്രംതളം മക്കാമുണ്ട്. അഥവാ ഒരു മറവെട്ട് കിടക്കുന്ന സ്ഥലമെന്ന നിലക്ക് അവിടെ മക്കാമുകളുണ്ട്. ഇവിടെ നിലമ്പൂര് വഴി വരുമ്പോൾ അവിടെ നാടുകാണിയിൽ മക്കാമുണ്ട്. ഇവിടേക്കൊക്കെ ആളുകൾ തങ്ങളുടെ വാഹനത്തിൽ നിന്ന് പണം എറിഞ്ഞു കൊടുക്കുന്നത് കാണാം. ഇവിടേക്കൊക്കെ ആളുകൾ നേർച്ചയിടുന്നതും പണം കൊണ്ടുപോയിടുന്നതും കാണാം. എന്തിനാണ് ഈ പണം നിക്ഷേപിക്കുന്നത്? രോഗം മാറാനും ദുരിതം നീങ്ങാനും
തങ്ങളുടെ യാത്രാവാഹനം ലക്ഷ്യസ്ഥാനത്തെത്താനും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരിഹരിക്കാനുമൊക്കെ ഞാനൊന്ന് ചോദിക്കുന്നു, പ്രിയപ്പെട്ടവരെ, ഞാനൊരു ദരിദ്രനാണെന്ന് വിചാരിക്കുക. എന്റെ കയ്യിൽ എറിഞ്ഞു കൊടുക്കാനുള്ള നാണയത്തുട്ടില്ല, എന്റെ കയ്യിൽ അവിടെ കൊണ്ടുപോയിടാനുള്ള ഭണ്ഡാരപ്പെട്ടിയിടാനുള്ള പണമില്ല, കൊടുക്കാൻ പണമില്ലാത്തതിന്റെ പേരില്, എറിഞ്ഞു കൊടുക്കാൻ നാണയത്തുട്ടില്ലാത്തതിന്റെ പേരില് എന്റെ രോഗം മാറ്റില്ലേ പടച്ചോൻ, ഞാൻ യാത്ര ചെയ്യുന്ന യാത്രാവാഹനം ലക്ഷ്യസ്ഥാനത്തെത്തിക്കില്ലേ പടച്ചോൻ, ഞാൻ എഴുതാൻ പോകുന്ന പരീക്ഷ ജയിപ്പിക്കില്ലേ പടച്ചോൻ, എന്റെ കച്ചവടം നഷ്ടപ്പെടുത്തുമോ പടച്ചോൻ, എന്റെ ദുരിതങ്ങൾ നീക്കിത്തരില്ലേ പടച്ചോൻ, എന്റെ ദാമ്പത്യ ജീവിതത്തിൽ കുട്ടികളെ തരില്ലേ പടച്ചോൻ. പണക്കാരന്റെ പണത്തിന്റെ കലം നോക്കി പ്രസാദിക്കുന്ന ഒരു പടച്ചവനെ ആര് പരിചയപ്പെടുത്തി എന്ന് ചോദിച്ചാൽ അത് ഇസ്ലാമല്ല, അത് ഖുർആനല്ല, അത് പ്രവാചകനും അല്ല, അത് ചൂഷകരാണ്. പണമുണ്ടോ കൊടുക്കാനുള്ള മാർഗം ഇസ്ലാം പറഞ്ഞു തരുന്നുണ്ട്. അത് പാവങ്ങളിലേക്കുള്ള സക്കാത്താണ്, അത് പാവങ്ങളിലേക്കുള്ള ധർമ്മമാണ്, അത് പാവങ്ങളിലേക്കുള്ള സദഖയാണ്. അല്ലാതെ പണത്തോടെ പണം കൊടുത്ത് പ്രസാദിപ്പിച്ച് കാര്യങ്ങൾ നേടുന്ന ഒരു ഏർപ്പാട് ഇസ്ലാമിലില്ല. അതുകൊണ്ടാണ് ഖബർ സന്ദർശനം പറയുമ്പോ, ഖബർ സിയാറത്ത് പറയുമ്പോ മഖാമുകളെയും ദർഗകളെയും സമീപിക്കുന്നവരോട് നമ്മൾ പറയാറുള്ളത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണോ ഖബർ സന്ദർശനം പഠിപ്പിച്ചത് അതിനു വേണ്ടിയാണ് നമ്മളും ചെയ്യേണ്ടത്. പക്ഷെ ഇന്നോ രോഗം മാറാനും ദുരിതം നീങ്ങാനും ഖബർ സന്ദർശിക്കുന്നു, അവിടെയും ചൂഷണങ്ങൾ നടക്കുന്നു. അവിടെ പോയി തൊട്ടുമുട്ടലും അവിടെ വലം ചെയ്യലും അവിടെ സ്വഭാവ ചെയ്യലും അവിടെ തുണി പുതക്കലും അവിടെ നിന്ന് എണ്ണ എടുത്തുകൊണ്ടുവരലും അവിടുത്തെ ഭണ്ഡാരപ്പെട്ടിയിൽ പണമിടലും നടക്കുന്നു. ഇതൊന്നും പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചതല്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതല്ല, സഹാബികൾ കാണിച്ചു തന്നതല്ല, മദ്ഹബിന്റെ ഇമാമിങ്ങൾ പഠിപ്പിച്ചതുമല്ല. അപ്പൊ അള്ളാഹു പഠിപ്പിച്ച യഥാർത്ഥ ആദർശത്തിൽ നിന്ന്, ഇസ്ലാമിൽ നിന്ന് പടച്ച റബ്ബുരാൻ പൂർത്തീകരിച്ച പ്രവാചകനിലൂടെ പൂർത്തീകരിച്ച ഈ മതത്തിൽ എന്തുണ്ടോ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ വിശ്വാസങ്ങളും ആചാരങ്ങളും കടന്നു വരുമ്പോൾ എന്താണോ ഇസ്ലാം കൊണ്ട് ഒരാൾക്ക് ലഭിക്കേണ്ടത് അത് മനസ്സമാധാനമാണ്, അത് മനസ്സംതൃപ്തിയാണ്, അത് ലഭിക്കാതെ പോകുന്നു. എനിക്കൊരു തലവേദന വന്നു, ഞാൻ ആദ്യം വന്ന് ഡോക്ടറുടെ അടുത്തേക്ക് പോയി. ഡോക്ടർ പ്രാദേശികനായ ഒരു ഡോക്ടർ എനിക്ക് ഗുളിക തന്നു. വീട്ടിലെത്തിയിട്ട് ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിലോ അടുത്ത ഡോക്ടറെ കാണും, എന്നിട്ടും മാറിയില്ലെങ്കിലോ മെഡിക്കൽ കോളേജിൽ പോകും, എന്നിട്ടും മാറിയിട്ടില്ലെങ്കിൽ വല്ലാത്ത വിഷമത്തോടെ ഡോക്ടർ അവസാനം പറയും, ഞങ്ങളെല്ലാ ചെക്കപ്പും നടത്തി, ഞങ്ങളെല്ലാ പരിശോധനയും നടത്തി, ഞങ്ങൾക്കൊന്നും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല, വേണമെങ്കിൽ നിങ്ങൾ വഴിക്ക് വല്ല ചികിത്സയും നടത്തിക്കോ. ഇങ്ങനെ ചില ഡോക്ടർമാര് പറയുമത്രേ. ഇവിടെ വിശ്വാസിക്ക് എന്ത് ചികിത്സയാ മുന്നിലുള്ളത്? ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഒരു വാക്യം അവൻ ഖുർആനിൽ ഓതുന്നുണ്ട്, എനിക്ക് രോഗം വന്നാൽ അത് ശിഫയാക്കേണ്ടത്, അതിന് ശമനം നൽകേണ്ടത് ഈ പടച്ചോൻ മാത്രമാണ്. ലോകത്ത് വേറെ ആരും അതിനു വേണ്ടി സമീപിക്കാൻ എനിക്കില്ല. ഏത് ഡോക്ടറും ഏത് വൈദ്യരും എന്നെ ചികിത്സിക്കുന്ന ആരും അതിന്റെ ഭൗതികമായ ചില സാഹചര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടാക്കുകയല്ലാതെ രോഗശമനം വരേണ്ടത് പടച്ചവനിൽ നിന്നാണ്. അതുകൊണ്ട് അവൻ വീട്ടിൽ പോയിരിക്കും, അള്ളാഹുവിനോട് പറയേണ്ടതുപോലെ പറയും. അവന് മനസ്സമാധാനാണ്, കാരണം വരേണ്ടത് അവരിൽ നിന്നാണല്ലോ. പക്ഷേ ഈ തൗഹീദിൽ നിന്ന്, ഈ ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് ഒരാൾ വിട്ടുപോയാലോ? സൂറത്തുൽ ഹജ്ജിൽ അത് പറയുന്നുണ്ട്, വമൻ യുശ്രിക് ബില്ലാഹി ഫകഅന്നമാ ഖറ മിനസ് സമാ ഫതഖ്തഫുഹു ത്വയ്റു ഔ തഹ്വീ ബിഹി റീഹ് ഫീ മകാനിൻ സഹീഖ്. എന്റെ പ്രശ്നം പരിഹരിക്കുന്നവന് ഈ പടച്ചോൻ മാത്രമല്ല, വേറെയും ആളുകളുണ്ടെന്ന് അവൻ ചിന്തിച്ചാൽ ഒരുപക്ഷെ മലപ്പുറം ജില്ലയിൽ അടുത്തുള്ള ഒരുപാട് ദർഗകളുണ്ട്. ആദ്യം ഒന്ന് മമ്പുറത്ത് പോകും, പിന്നെയൊന്ന് പുത്തമ്പള്ളിയിൽ പോകും, പിന്നെയൊന്ന് മടവൂരിൽ പോകും. അങ്ങനെ പ്രിയപ്പെട്ടവരെ അടുത്തുള്ള ഏതൊക്കെ ദർഗകളിലും മക്കാമുകളിലും പോയി തന്റെ പ്രശ്നമൊന്ന് പരിഹരിക്കാൻ ആവശ്യപ്പെട്ട് പ്രാർത്ഥിച്ചു വീട്ടിൽ തിരിച്ചു വന്നാലും മനസ്സമാധാനം കിട്ടൂല. കാരണം ദർഗകളുടെ പേരുകളും പരമ്പരകളും അവസാനിച്ചിട്ടില്ല. അങ്ങ് ഉള്ളാളം മുതൽ കേരളത്തിന്റെ അങ്ങേറ്റം ഭീമാപ്പള്ളിവരെ കിടക്കുന്ന എത്രയോ മക്കാമുകളും മഹാന്മാരുമുണ്ട്. ആരാണ് എന്റെ പ്രശ്നം പരിഹരിക്കുന്നത് എന്നവന് ഉറപ്പില്ലല്ലോ. അതുകൊണ്ട് ഇനിയും പോകാൻ അവന്റെ മനസ്സ് കൊമ്പും ആരാണ് ഇതിനൊരു പ്രശ്നം പരിഹരിക്കുക എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കും. എന്നിട്ടൊക്കെ അവിടെ പോയി തന്റെ സമ്പത്തും തന്റെ സമയവും തന്റെ ആരോഗ്യവും ഒക്കെ പോയി ഒരുപാട് ദർഗകൾ കയറിറങ്ങി വീട്ടിൽ വന്നാലും ഈ പ്രശ്നത്തിന് പരിഹാരം ലഭിച്ചിട്ടില്ലെങ്കിൽ മനസ്സമാധാനം കിട്ടില്ല. കാരണം പിന്നെയും ഉത്തരേന്ത്യയിൽ ഒരുപാട് ദർഗകളുണ്ട്, മക്കാമുകളുണ്ട്, ഏർവാടിയുണ്ട്, അജ്മീറുണ്ട്, മുത്തപ്പട്ടയുണ്ട്, നാഗൂറുണ്ട്. പക്ഷെ ഒരു സത്യവിശ്വാസി ഓരോ 5 വഖത്ത് നമസ്കാര ശേഷവും പറയുന്നുണ്ട്, അല്ലാഹുമ്മ ലാ
പടച്ചോനെ, എന്റെ ഈ പ്രശ്നം പരിഹരിക്കുന്നവൻ നീയേ ഉള്ളൂ. എനിക്ക് വേറൊരു മഖാമിലേക്ക് പോകാനില്ല, ഒരു ദർഗയിലേക്ക് പോകാനില്ല, ഒരു ദർഗയിലും ജാറത്തിലും പോകാനില്ല. ഈ അടുത്ത കാലത്ത് നിങ്ങളുടെ ഈ പ്രദേശത്തിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു സഹോദരനെ പരിചയപ്പെട്ടു. കഴിഞ്ഞ ആഴ്ചയിൽ വന്ന് പ്രസംഗിച്ച സമയത്താണ്. അദ്ദേഹം ഒരുപാട് വർഷം നിരന്തരമായി സിയാറത്ത് ടൂർ പോയ ആളാണ്. എല്ലാ വർഷവും സിയാറത്ത് ടൂർ പോകും. അതൊരു രസമാണ്. ആത്മീയമായൊരു യാത്രയായി, ഒരു വിനോദമായി അങ്ങനെ പോകുന്ന ഒരാളാണ് അദ്ദേഹം. ഒരു വർഷം അത് പോകാതിരിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന് അല്ലാഹുവിനെ പറ്റി നല്ല ബോധം വന്നു, ഖുർആനിന്റെ ആയത്തുകളെ പറ്റി നല്ല ബോധം വന്നു. ആ വർഷം പോകാതിരിക്കാൻ തീരുമാനിച്ചു. പക്ഷെ എല്ലാ വർഷവും കൂടെ കൂട്ടാൻ വന്ന ആള് അക്കൊല്ലവും വിളിച്ചു. അപ്പൊ അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു, അള്ളാഹുവിനോട് പറയാൻ എനിക്ക് ഏലവാടി വരെ വരേണ്ട കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ബോധം പിന്നീട് ഇദ്ദേഹം ഉസ്താദിനടുത്തേക്ക് പോയി ഉസ്താദിനോട് ഖുർആന്റെ ചില ആയത്തുകളൊക്കെ ചോദിച്ചു. ആയത്തുകൾക്ക് എങ്ങനെയാണെന്ന് തന്നെ അർത്ഥമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇതിൽ ഉറച്ചു നിന്നു. അതാണ് അതിന്റെ പര്യവസാനം. പ്രിയപ്പെട്ടവരെ, ആ ഒരു ബോധമുണ്ടാകുമ്പോഴേ നമുക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. ഖബർ സന്ദർശനം ഇസ്ലാം പഠിപ്പിച്ചത് മരണചിന്തയുണ്ടാകാൻ വേണ്ടിയാണ്. ഇസ്ലാമിന്റെ മഹത്വത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്താ പറയുക, ജീവിത ലക്ഷ്യം നിർണയിക്കുന്ന ഒരു മതം എന്നാണ്. ബാക്കി എല്ലാവരും എടുത്തു നോക്കുന്നത്. എന്തിനാ ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ കൃത്യമായൊരു ലക്ഷ്യമുണ്ടോ ആളുകൾക്ക്? പ്രിയപ്പെട്ടവരെ, പല മതങ്ങൾക്കും കൃത്യമായി പറയാൻ കഴിയുന്നില്ല. നിത്യജീവൻ പറയുന്നുണ്ടെങ്കിലും നിത്യജീവനെ വിവക്ഷിച്ചു കൊടുക്കുവാനും വിശദീകരിച്ചു കൊടുക്കാനും കഴിയാത്തവർ. പുനർജന്മം പറയുന്നുണ്ടെങ്കിലും അതിന്റെ സാധ്യതകളെയും അതിന്റെ വരുംവരാഴികളെയും ഇന്നലകളിൽ കടന്നുപോയ ഒരു ജന്മത്തിന്റെ പുനർജന്മമാണ് നമ്മളെങ്കിൽ അതെങ്ങനെയായിരുന്നു എന്ന് ബുദ്ധിപ്പെടുത്തുന്നത് ഒരു പരാജയപ്പെടുത്തുന്ന ദർശനങ്ങൾ. പക്ഷേ ഇസ്ലാം വളരെ കൃത്യമായി മനുഷ്യൻ എന്തിന് ജീവിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നു. അത് മരണാനന്തര ലോകത്തുള്ള രക്ഷയ്ക്ക് വേണ്ടിയാണ്. ആ ബോധവും ആ ചിന്തയും ഉണ്ടാക്കി തീർക്കാൻ ഖബർ സന്ദർശിക്കണം. എന്റെ സുഹൃത്ത് പറഞ്ഞല്ലോ, ലഹരി ഉപയോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ചെറുപ്പക്കാരിൽ എന്ന്. എന്താ പരിഹാരം? എത്ര രാഷ്ട്രീയ പാർട്ടികളും ഏത് മതസംഘടനകളും എന്തൊക്കെ ചെയ്താലും പ്രിയപ്പെട്ടവരെ, പരിഹാരം ഒന്നേ ഉള്ളൂ. ആ പരിഹാരം ഇസ്ലാം 1400 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹരിക്ക് അടിമപ്പെട്ടു പോയൊരു ജനവിഭാഗത്തെ എങ്ങനെയാണോ മാറ്റിമറിച്ചത് അതേ നടക്കുള്ളൂ. നിരോധിച്ചത് കൊണ്ടൊന്നും ഇല്ലാതാവില്ല. ആ ചികിത്സ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അത് നമുക്ക് ആ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ 13 വർഷക്കാലം ജനങ്ങളുടെ വിശ്വാസത്തിന്റെ ഭൂമികയിൽ അടിയുറപ്പിച്ച് നിർത്തുകയായിരുന്നു. അള്ളാഹുവിനെ പറ്റിയുള്ള ബോധത്തിൽ അടിയുറപ്പിച്ച് നിർത്തുകയായിരുന്നു. മരണാനന്തര ജീവിതമുണ്ട് എന്ന് അവരെ കൃത്യമായി ബോധവൽക്കരിക്കുകയായിരുന്നു. മരിക്കാതൊരു ജീവിതമുണ്ടെന്നുള്ള കൃത്യമായ ബോധം അവർക്കുണ്ടായപ്പോ ദുനിയാവിന്റെ ലഹരികളും ദുനിയാവിന്റെ ആസ്വാദനങ്ങളും അവർക്ക് നിസ്സാരമായി. ഒരു സമയത്ത് ഖുർആന്റെ ആയത്ത് അവതരിച്ചു. നിങ്ങൾ ലഹരി നിർത്തണമെന്ന് പറഞ്ഞപ്പോ ഇന്തഹൈനാ, ഞങ്ങളിതാ നിർത്തി എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ആ ബോധം നമുക്കില്ലാതെ പോകുന്നു. ദുനിയാവ് ആസ്വദിക്കാനുള്ളതാണെന്ന് വിചാരിക്കുന്നു. ചക്ഷുശ്രവണ ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ പരിഗ്രഹമാം ലോകവും ഭോഗങ്ങൾ തേടുന്നു. പാമ്പിന്റെ വായിലകപ്പെട്ട ഒരു തവള പിന്നെയും ഭക്ഷണം കിട്ടാൻ ആഗ്രഹിക്കുന്നത് പോലെ എത്രയും പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്ന മനുഷ്യര്, ഇന്നല്ലെങ്കിൽ നാളെ മണ്ണോട് ചേരേണ്ടുന്ന മനുഷ്യര്, ഏത് ചെറുപ്പക്കാരന് പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നത് നമ്മൾ കാണാറുണ്ട്. ബൈക്കൊന്ന് തെന്നിപ്പോയാൽ റോഡിൽ തലയൂട്ടി ചിന്തിച്ചു കയറിയ എത്ര ചെറുപ്പക്കാരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. എത്ര കുടുംബങ്ങൾ ആ പെട്ടെന്ന് ആക്സിഡന്റിൽ മരണപ്പെട്ടു പോകുന്നത്. എത്രയെത്ര അപകട മരണങ്ങളാണ് നമ്മുടെ ചുറ്റുഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഓരോ മരണങ്ങളും നമുക്കൊരു പാഠം തരുന്നില്ലേ? ആ പാഠത്തെ പറ്റിയുള്ള ചിന്തയാണ് ഖബർ സന്ദർശനം നമുക്ക് പകർന്നു തരേണ്ടത്. പള്ളിക്കാട്ടിലേക്ക് പോയാൽ ഖബർ സന്ദർശിക്കുന്നത് മനുഷ്യന്റെ മനസ്സിലുണ്ടാകേണ്ടത്. എത്ര ചെറുപ്പക്കാർ ഈ കാട്ടിൽ കിടപ്പുണ്ട്, എന്നേക്കാൾ പ്രായം കുറഞ്ഞവർ ഖബറിൽ കിടപ്പുണ്ട്. ഞാനും വന്നു കിടക്കേണ്ടുന്ന ലോകമാണ്. മണ്ണോട് ചേരാൻ ഒരുപാട് സമയമൊന്നുമില്ല. വളരെ കുറഞ്ഞ കാലമല്ലേ പ്രിയപ്പെട്ടവരെ ദുനിയാവിൽ
പോലുള്ള ജീവിതമുള്ളൂ. നമുക്കെത്ര വയസ്സായി എന്ന് ആലോചിച്ചു നോക്ക്. 20, 30, 40, 50 ഒക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴും ഇന്നലെയല്ലേ ഓരോ സംഭവവും കഴിഞ്ഞു പോയത്. എത്ര പെട്ടെന്ന് ആ വയസ്സ് തീർന്നത്, എത്ര പെട്ടെന്ന് ആ കല്യാണം കഴിഞ്ഞത്, എത്ര പെട്ടെന്ന് ആ കുട്ടികളുണ്ടായത്, എത്ര പെട്ടെന്ന് ആ പേരമക്കളായത്, എത്ര പെട്ടെന്ന് ആ മോശനായത്, എത്ര പെട്ടെന്ന് ആ അമ്മായിയായത്. പ്രിയപ്പെട്ടവരെ, നാളെ നമ്മൾ ഈ ഖബറിൽ വന്ന് കിടക്കേണ്ടതുണ്ട്. ഇന്നലകൾ നമ്മുടെ കൂടെയുള്ളവരിൽ അവിടെ കിടക്കുന്നുണ്ട്. മണ്ണോട് ചേരേണ്ടുന്ന ശരീരമാണിത്. ബിയറിന്റെ കുപ്പികളും ബ്രാൻഡിയുടെ കുപ്പികളും കേൾച്ചു പറഞ്ഞ കൂട്ടുകാർ നമ്മുടെ കൂടെ വന്ന് കിടക്കില്ല. ഹാൻസിന്റെ പാൻപരാഗിന്റെ പാക്കറ്റുകൾ പരസ്പരം ഷെയർ ചെയ്തെടുത്ത് നമ്മുടെ കൂട്ടുകാർ നമ്മുടെ കൂടെ വന്ന് കിടക്കില്ല. ആരുമില്ലാത്തൊരു ലോകം നമ്മുടെ തൊട്ടടുത്തുണ്ട്. എത്രയോ ആരോഗ്യമുള്ളവർ പെട്ടെന്ന് മരിച്ചു പോകുന്നുണ്ട്. ദുർബലരും വൃദ്ധരും കാലങ്ങളോളം ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് നാളെ വരാൻ പോകുന്ന ലോകത്തെ പറ്റിയുള്ള ചിന്തയും ഓർമ്മയും അതൊരു വായുവായി, അതൊരു ഉപദേശകനായി, അത് നമ്മുടെ കൂടെയുണ്ടാകുമ്പോ, മരണചിന്തയുണ്ടാകുമ്പോ മനുഷ്യൻ നന്നാകാൻ കാരണമായി തീരും. എം.എസ്. നമ്പൂതിരിപ്പാട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിർവഹിച്ച ദൗത്യത്തെ പറ്റി പരാമർശിക്കുന്നിടത്ത് അദ്ദേഹം പറഞ്ഞവരെ മുഹമ്മദ് നല്ല ഐഡിയ ഉള്ള ആളായിരുന്നു എന്ന്. എന്താ മുഹമ്മദിന്റെ ഐഡിയ? അറേബ്യയിൽ അദ്ദേഹം വന്നപ്പോ കള്ളുകുടിക്കുന്ന യുദ്ധകുതിയന്മാരായ തോന്നിവാസം ചെയ്യുന്ന ജനവിഭാഗത്തെയാണ് കണ്ടത്. ഇത് കണ്ടപ്പോ ഇവരെയൊക്കെ ഒന്ന് നന്നാക്കാൻ അദ്ദേഹത്തിന് മോഹം തോന്നി. അങ്ങനെ അദ്ദേഹം ഒരു ഐഡിയ പ്രയോഗിച്ചു. എന്താ? ജനങ്ങളെ, നിങ്ങളൊക്കെ ഒരു പടച്ചോൻ കാണുന്നുണ്ട്, നിങ്ങളൊക്കെ മരിച്ചാൽ ആ പടച്ചോൻ എടുത്തേക്ക് എത്തും. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ നല്ല മനുഷ്യന്മാരായി ജീവിച്ചാൽ നിങ്ങൾക്ക് അവിടെ സ്വർഗം കിട്ടും, ഇല്ലെങ്കിൽ ഇതുപോലെ ജീവിച്ചാൽ നിങ്ങൾക്ക് നരകം കിട്ടും. മുഹമ്മദിന്റെ ഐഡിയ ഭരിച്ചു. അറേബ്യയിലുള്ള ആളുകളൊക്കെ മുസ്ലിങ്ങളായി. ഭൗതിക കേരളത്തിന് ഒരുപാട് സംഭാവന അർപ്പിച്ച EMSന്റെ ആ അഭിപ്രായം നാം തള്ളുന്നുണ്ട്. കാരണം ലോകത്തൊന്നും കോടാനുകോടി മനുഷ്യർ എഴുതാനും വായിക്കാനും അറിയാത്തൊരു മനുഷ്യന്റെ ഐഡിയയിൽ വീണുപോയവരല്ല. ആ മനുഷ്യൻ വെറുതെ ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെ നിന്ന് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ദിവ്യബോധനമാണ്, അല്ലാഹുവിന്റെ വഹയാണ്. ആ പറഞ്ഞതൊക്കെയും ലോക നന്മക്കാണ്. ഇന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഇസ്ലാം, ഖുർആൻ, പ്രവാചകൻ എന്നതാണല്ലോ നമ്മുടെ വിഷയം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വലിയ വിഷയമാണ്. എത്ര പറഞ്ഞാലും തീരാത്ത വിഷയമാണ്. പ്രിയപ്പെട്ടവരെ, ആ നേതാവ് വെറുതെ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മരണമുണ്ട്, മരണാനന്തര ജീവിതമുണ്ടെന്ന് പറഞ്ഞത് വെറുതെയല്ല, സ്വന്തം ഐഡിയ പ്രയോഗിച്ചതല്ല. 14 കഴിഞ്ഞിട്ടും ഒരിക്കലും കാലഹരണപ്പെട്ടിട്ടില്ലാത്ത പരിശുദ്ധ ഖുർആൻ ഉണ്ടെങ്കിൽ ആ ഖുർആൻ സ്വന്തം വക എഴുതിയതാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റില്ലെങ്കിൽ, ആ ഖുർആൻ കയ്യിലുള്ള പ്രിയപ്പെട്ട വിശ്വാസികളെ, ഖുർആനിന്റെ ആഹ്വാനങ്ങൾ സ്വീകരിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, ഖുർആനിന്റെ അനുയായികളായി ജീവിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, ഖുർആനിന്റെ അക്ഷരത്തിന്റെ രൂപങ്ങളായി ജീവിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനിയും നിന്ദിക്കപ്പെടും, ഇനിയും പരിഹസിക്കപ്പെടും, ഇനിയും ആക്ഷേപിക്കപ്പെടും. പക്ഷേ മറുപടി പറയാൻ നമുക്ക് അർഹതയുണ്ടാവില്ല. അർഹതയുണ്ടാകണമെങ്കിൽ ആ നേതാവിനെ അനുധാവനം ചെയ്യുന്നവരായിരിക്കണം, ആ നേതാവിനെ പിൻപറ്റുന്നവരായിരിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മരണാനന്തര ലോകത്തുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയാണ് ഖബർ സന്ദർശനം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ജീവിതത്തിൽ നമ്മൾ വളരെ കുറഞ്ഞ കാലത്ത് റബ്ബ് നൽകിയ ഈ അനുഗ്രഹമുണ്ടല്ലോ, ആ അനുഗ്രഹം ഇസ്ലാമിന് വേണ്ടി ചെലവഴിക്കാൻ, ദീനിന് വേണ്ടി ചെലവഴിക്കാൻ, ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ റബ്ബിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് എന്റെ യുവത്വം ലഹരിയിലല്ലായിരുന്നു റബ്ബേ, എന്റെ യുവത്വം അധാർമിക പ്രവൃത്തിയിലല്ലായിരുന്നു എന്ന് പറയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അപ്പോൾ ഇസ്ലാം മനുഷ്യർക്ക് സമാധാനം നൽകുന്ന മതമാണ്. ഇസ്ലാം ചൂഷണമുക്തമായ ആദർശമാണ്. ഇസ്ലാം അതുപോലെ ലക്ഷ്യം നിർണ്ണയിക്കുന്ന ഓരോ മതവും ലോകത്തില്ല. കുറെ ക്രിക്കറ്റ് കളിക്കാനാണോ, ഫുട്ബോൾ കളിക്കാനാണോ, തിന്നാനാണോ, വീടുണ്ടാക്കാനാണോ, വിദ്യാഭ്യാസം നേടാനാണോ ജീവിക്കുന്നത്? ഇതൊന്നുമല്ല. ഇതൊക്കെ താൽക്കാലികമായ ഭൗതികമായ ചില സംവിധാനങ്ങൾ മാത്രമാണ്. ആത്യന്തികമായ ഒരു മരണാനന്തര ജീവിതം വരാനുണ്ട്. എല്ലാം നൽകിയ റബ്ബ് നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുമെന്ന് ഉറപ്പാണ്. റബ്ബ് നമ്മളോട് ചോദ്യം ചോദിക്കുമെന്ന് ഉറപ്പാണ്. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇവിടെ നിന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം മനുഷ്യരെ പഠിപ്പിക്കുന്ന ജീവിതത്തിന്റെ ലക്ഷ്യം.
زحزح عن النار وأدخل الجنة فقد فاز. ആര് നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുവോ അവനാണ് വിജയിച്ചവൻ. ആരാ വിജയിക്കാൻ ആഗ്രഹിക്കാത്തവർ? എല്ലാവർക്കും വിജയമാഗ്രഹമുണ്ട്. ജയിക്കാൻ ആഗ്രഹിക്കാത്തവരാരുമില്ല. എന്താ പ്രിയപ്പെട്ടവരെ? ജയം പരലോകജയമാണ്, സ്വർഗം ലഭിക്കലാണ്. സ്വർഗം കിട്ടാനുള്ള വഴി എന്താണ്? ഇസ്ലാം അനുസരിച്ച് ജീവിക്കലാണ്, ഖുർആൻ അനുസരിച്ച് ജീവിക്കലാണ്. സൂറത്തുൽ ഇസ്രായിൽ ഞാൻ ഓതി വെച്ച ആയത്തിൽ അല്ലാഹു പറയുന്നത്, ഈ ഖുർആനാണ് ഏറ്റവും ചൊവ്വായതിലേക്ക് വഴി നടത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഖുർആനിന്റെ ആയത്തുകളും ഖുർആനിന്റെ ആശയങ്ങളും കൃത്യമായി പഠിക്കാൻ സമയമില്ലാത്തൊരു സമൂഹമായി മുസ്ലിങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു നൂറ്റാണ്ട് കാലമായി ഖുർആനിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സ്വാധീനം ഒരു പരിധിവരെ സമൂഹത്തിലുണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പൂർണ്ണമായി അത് വിജയിച്ചിട്ടില്ല. 114 അധ്യായങ്ങളുടെ കൂട്ടത്തിൽ എത്ര അധ്യായങ്ങളുടെ അർത്ഥം കൃത്യമായി പറയാൻ കഴിയുന്ന മുസ്ലിങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ ഖേദകരമായ ഉത്തരമല്ലേ ലഭിക്കുന്നത്. ഖുർആൻ ആരുടെ ഗ്രന്ഥമാണ്? നമ്മുടെ. ഖുർആൻ ആരോടാണ് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്? പോത്തുകളോടാണോ? ആടുകളോടാണോ? മിണ്ടാപ്രാണികളോടാണോ? പക്ഷികളോടാണോ? ഖുർആൻ വളരെ എളുപ്പമുള്ളതാണ്. ഖുർആൻ വളരെ ലളിതമാണ്. ഇതിനെപ്പറ്റി ചിന്തിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ചോദ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഉണ്ടെന്ന് പറയാൻ എത്ര ആളുകൾക്ക് സാധിച്ചു? 1, 2, 3 തവണയല്ലല്ലോ സൂറത്തു അൽ-ഖമറിൽ അല്ലാഹു അത് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് തവണ പറഞ്ഞിട്ടില്ലേ? എങ്കിൽ ആ ആശയം നമ്മളോടാണ്, ചോദ്യം നമ്മളോടാണ്. നമ്മൾ അതിന് ഉത്തരം കൊടുക്കേണ്ടവരാണ്. ഞങ്ങൾ തയ്യാറുണ്ടെന്ന് പറഞ്ഞിട്ട് ഉണ്ടെന്ന് പറയാൻ മാത്രമല്ല, ഒരാക്ഷേപം വന്നാൽ മറുപടി പറയാൻ പോലും നമുക്ക് കഴിയുന്നുണ്ടോ? മോഡി സർക്കാരിന്റെ കാലത്ത് വർഗീയതയുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു മുമ്പ് കൽക്കട്ട ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നു. ഖുർആനിലെ 25ഓളം ആയത്തുകൾ നിരോധിക്കണമെന്നതായിരുന്നു ആ കേസ്. അതിലൊരു ആയത്ത് എന്തായിരുന്നു അറിയുമോ? ആത്തുലിൽ മുശ്രിക്കീന കാഫ. എന്താ അതിന്റെ അർത്ഥം? ബഹുദൈവ വിശ്വാസികളെ ഒന്നടങ്കം കൊല്ലണം എന്നാണ്. ഖുർആനിൽ ഒരു ആയത്തില്ലേ? ഉണ്ട്. അപ്പൊ ഇവിടുത്തെ ഹിന്ദുക്കളൊക്കെ കൊല്ലാനല്ലേ ഖുർആൻ പറയുന്നത്? ഇങ്ങനെ ഒരാൾ ചോദിച്ചാൽ എന്താ മറുപടി പറയണം? മറുപടി പറയണമെങ്കിൽ ഖുർആനിന്റെ അപ്പുറവും ഇപ്പുറവും പറഞ്ഞു കൊടുക്കണം. 25ഓളം ആയത്തുകൾ ഇതുപോലെ കോട്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് ഖുർആൻ നിരോധിക്കണമെന്നുള്ള കേസ് മാസങ്ങളോളം കോടതിയിൽ വിചാരണക്ക് വെച്ചു നടന്നു. ഖുർആനിനെ പറ്റി ഏകദേശം മനസ്സിലാക്കിയ ജഡ്ജി ജസ്റ്റിസ് വിമൽസൻ പാഷ് അവസാനം പറഞ്ഞു, ഖുർആനിൽ ഒരായത്തും നിരോധിക്കേണ്ടതില്ല. കാരണം ഖാതിലുൽ മുശ്രിക്കീന കാഫ എന്നതിന് തൊട്ടുടനെ ഖുർആൻ പറയുന്നത് കമാ യുഖാതിലൂനകും കാഫ. മുസ്ലിങ്ങളെ, നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരുന്ന ബഹുദൈവ വിശ്വാസികൾ യുദ്ധസന്ദർഭത്തിൽ നിങ്ങളെ കൂട്ടം കൂട്ടമായി വധിക്കാൻ വരുമ്പോ നിങ്ങൾ സമാധാന പ്രിയരാണ്, നിങ്ങൾ സമാധാന പ്രേമികളാണ്, നിങ്ങൾ സത്യവും ശാന്തിയും പുലരാൻ ആഗ്രഹിക്കുന്നവരാണെന്ന് പറഞ്ഞ് അവരെ കൊല്ലാതിരിക്കേണ്ട നിങ്ങൾ കൊന്നോളൂ, അവർ നിങ്ങളെ കൊല്ലുന്നത് പോലെ നിങ്ങൾക്കും തിരിച്ചു കൊല്ലാം എന്നനുവദിക്കുന്ന ഒരായത്താണിത്. ഇത് പറഞ്ഞു കൊടുക്കേണ്ട മുസ്ലിമിന് ഇത് അറിഞ്ഞാലല്ലേ പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. ഖുർആൻ നമ്മുടെ ഗ്രന്ഥമാണ്. ഖുർആൻ നമ്മൾ പഠിക്കേണ്ടുന്ന ഗ്രന്ഥമാണ്. ഖുർആൻ നമ്മളോടാണ് ചോദ്യം ചോദിക്കുന്നത്, നമ്മളോടാണ് ചിന്തിക്കാൻ പറയുന്നത്. അഫലാ യഅഖിലൂനെന്ന്, അഫലാ യതദബ്ബറൂനെന്ന്, അഫലാ യഅലമൂനെന്ന്. പക്ഷെ അത് പഠിക്കാൻ മാത്രമാണ് ഇന്ന് ആളുകൾക്ക് സമയമില്ലാത്തത്. ഒരു മൊബൈൽ ഫോൺ പുതിയ രൂപത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പുതിയ ആപ്ലിക്കേഷൻ മുഴുവൻ അവൻ പഠിച്ചു വെക്കും. എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാമെന്ന്, എങ്ങനെ ഫോട്ടോ എടുക്കാമെന്ന്, എങ്ങനെ നെറ്റ് ഉപയോഗിക്കാമെന്ന്, എങ്ങനെ കോൾ ചെയ്യാമെന്ന് എല്ലാം പഠിച്ചു വെക്കാൻ ബുദ്ധിയും ചിന്തയും ഉപയോഗിക്കുന്നവര്. ഒരു കമ്പ്യൂട്ടർ കിട്ടിയാൽ അത് പഠിച്ചു വെക്കുന്നവര്, വീട്ടിലൊരു ഉപകരണം കിട്ടിയാൽ, ഒരു മിക്സി കിട്ടിയാൽ, ഒരു വാഷിംഗ് മെഷീൻ കിട്ടിയാൽ അത് ഓപ്പറേറ്റ് ചെയ്യാൻ പഠിക്കുന്ന നമ്മുടെ സ്ത്രീകള്, എല്ലാ ദിവസത്തെ പത്രവും വായിക്കുന്നവർ, എല്ലാ ദിവസത്തെ ടിവിയിലെ ന്യൂസും വിലയിരുത്തുന്നവര്, രാഷ്ട്രീയത്തിന്റെ ഗതിരീതികൾ അറിഞ്ഞു വിലയിരുത്തുന്നവര്, ഇങ്ങനെ ലോകത്തെ പറ്റി അറിയാനും പഠിക്കാനും ഒക്കെ എന്തെന്ത് സമയങ്ങളുണ്ട് നമുക്ക്, എന്തെന്ത് നേരങ്ങൾ വിനിയോഗിക്കുന്നുണ്ട് നമ്മൾ. നമ്മുടെ ചിന്തയും ബുദ്ധിയും ആലോചനയും അതിലൊക്കെ വിനിയോഗിക്കുമ്പോ പരിശുദ്ധ
വിശുദ്ധ ഖുർആൻ പഠിക്കാൻ, അതൊന്ന് മനസ്സിലാക്കാൻ, തന്നോട് തന്റെ റബ്ബ് പറയുന്ന വിധി വിലക്കുകളൊന്ന് പഠിച്ച് മനസ്സിലാക്കാൻ 6000 ചില്ലാനം ആയത്തുകൾ പ്രിയപ്പെട്ടവരെ ജീവിതകാലത്തിനിടയ്ക്ക് അതൊന്ന് പൂർണ്ണമായും മനസ്സിലാക്കാൻ നമ്മൾ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? മരിക്കുന്നതിന് മുമ്പ് ഖബറിലെത്തിക്കഴിഞ്ഞാൽ മലക്ക് വന്ന് ചോദിക്കില്ലേ, വമാ ഇമാമുക, നിന്റെ ഇമാം എന്തായിരുന്നുവെന്ന്? ആരാന്നല്ല, ആരാൻ ചോദിച്ചത്? നമുക്ക് ഷാഫി ഇമാമെന്നോ ഹനഫി ഇമാമെന്നോ പള്ളിക്ക് ഇമാമെന്നോ ഒക്കെ പറഞ്ഞാൽ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ചോദ്യം തന്നെയില്ല. നീ എന്തിനെ പിൻപറ്റി ജീവിച്ചവനാണ്? അതാണ് അള്ളാന്റെ ചോദ്യം, മലക്കുകളുടെ ചോദ്യം. എന്താ ഉത്തരം പറയേണ്ടത്? ഖുർആനു ഇമാമീ, ഞാൻ ഖുർആൻ പിൻപറ്റി ജീവിച്ചവനാണ്. അതാണ് എന്റെ അർത്ഥം. പറയാൻ പറ്റുമോ? നാളെ ഖബറിലെത്തിയാൽ, ഇന്ന് രാത്രി മലക്കുൽ മൗത്ത് വന്ന് നമ്മുടെ ആത്മാവിനെ ഏറ്റെടുത്തു കൊണ്ടുപോയാലും നാളെ വൈകുന്നേരം നമ്മൾ ഖബറിന്റെ ഉള്ളിലാകും. മലക്ക് വന്ന് ചോദിക്കും, ഇന്ന് വരെ ഖുർആൻ ഒന്ന് തുറന്നു നോക്കി പഠിക്കാൻ സമയം കണ്ടെത്തിയിട്ടില്ലാത്തവനും ഉത്തരം പറയണം, ഖുർആനു ഇമാമീ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഖുർആൻ നമ്മുടേതാണ്. ലോകത്ത് ഒരുപാട് പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ടല്ലോ. ആ പ്രവാചകന്മാർക്കൊക്കെ അല്ലാഹു മുഅ്ജിസത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി ലോകാവസാനം വരെ ഇസ്ലാമിക പ്രബോധനം നിലനിൽക്കേണ്ടതില്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ മുഅ്ജിസത്ത് ലോകാവസാനം വരെ നിലനിൽക്കേണ്ടതല്ലേ? അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്താണ് ഖുർആൻ. ഇന്നും ലോകത്തിന്റെ മുമ്പിൽ ഉയർത്തിക്കാണിക്കാൻ പറ്റുന്ന മുഅ്ജിസത്ത്. അതുപോലൊരു ഗ്രന്ഥം ലോകത്താർക്കും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലൊരു ഗ്രന്ഥം ലോകത്താരും കൊണ്ടുവരികയില്ല. അത്ര സ്വാധീനമുള്ള ഒരു ഗ്രന്ഥം ലോകത്ത് ഇന്ന് വരെ വിരചിതമായിട്ടില്ല. അതൊരു മനുഷ്യ കരങ്ങൾ കൊണ്ട് എഴുതി വെക്കപ്പെട്ട ഗ്രന്ഥവും അല്ല. അതുകൊണ്ടാണ് ഖുർആൻ ഏറ്റവും ചൊവ്വാനിതിലേക്ക് വഴി നടത്തുന്നുവെന്ന് പറയുന്നത്. അതുപോലെ വഴി നടക്കാൻ പോകുന്ന ഒരു ഗ്രന്ഥം ലോകത്തില്ലല്ലോ. അതുപോലെ വായിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥം ലോകത്തില്ലല്ലോ. ഇത്ര കൃത്യമായി ജീവിതത്തിന്റെ എന്തെന്ത് മേഖലകളിലുള്ള വിധിവിലക്കുകളും കൃത്യമായി വിശദീകരിച്ചു തരുന്ന ഒരു ഗ്രന്ഥം ലോകത്തില്ലല്ലോ. ഇത്ര മനസ്സമാധാനം പകർന്നു നൽകുന്ന ഒരു ഗ്രന്ഥം ലോകത്തില്ലല്ലോ. മനുഷ്യരുടെ മനസ്സമാധാനം നഷ്ടപ്പെടുന്നത് എപ്പോഴാണ്? ജീവിതത്തിന്റെ ആസ്വാദന ഫലങ്ങളിലേക്ക് ആർത്തിയോടുകൂടി പാഞ്ഞെടുക്കുമ്പോൾ. എല്ലാം കിട്ടിക്കൊള്ളുന്നില്ലല്ലോ. ഉദ്ദേശിച്ച ഉദ്യോഗം കിട്ടുമോ? ഉദ്ദേശിച്ച പണം കിട്ടുമോ? ഉദ്ദേശിച്ച ഗണയെ കിട്ടുമോ? ഉദ്ദേശിച്ച കുടുംബത്തെ കിട്ടുമോ? ഉദ്ദേശിച്ച വീടിന്റെ സൗകര്യങ്ങളെ കിട്ടുമോ? ഇതൊന്നും കിട്ടിക്കൊള്ളുന്നില്ല. ഉദ്ദേശിച്ച പോലെ ആരോഗ്യം കിട്ടുമോ? കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോഴല്ലേ നിരാശ വരുന്നത്? അപ്പോഴല്ലേ ടെൻഷൻ വരുന്നത്? അപ്പോഴല്ലേ പ്രയാസം വരുന്നത്? നമ്മൾ ആരെയാണ് വിജയിച്ചവരായും രക്ഷപ്പെട്ടവരായും വിലയിരുത്തുന്നത്? നല്ല പണമുള്ളവരെ, നല്ല സൗന്ദര്യമുള്ളവരെ, നല്ല ആരോഗ്യമുള്ളവരെ, നല്ല സമ്പത്തുള്ളവരെ, അധികാരത്തിലിരിക്കുന്നവരെ, പ്രശസ്തിയിലുള്ളവരെ. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും വിജയമല്ല, ഇതൊന്നും വലിയ നഷ്ടമല്ല, ഇതൊന്നും ശാശ്വതമായ വിജയത്തിന്റെ അടയാളമല്ല, ഇതൊന്നും ഭാഗ്യത്തിന്റെ അടയാളമല്ല, ഇതൊന്നും രക്ഷപ്പെട്ടവരെന്ന് പറയാനുള്ള വിഭാഗമല്ല. അല്ലാഹു ചില ആളുകളെ ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞു, ചില ആളുകളെ അവർ രക്ഷപ്പെട്ടവരാണെന്ന് പരിചയപ്പെടുത്തി, ചില ആളുകളെ മാതൃകായോഗ്യരായി പരിചയപ്പെടുത്തി. അവരാരാണ്? അല്ലാഹുവിന്റെ അമ്പിയാക്കളാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെ ലോകത്ത് കടന്നു വന്ന ഒരുപാട് പ്രവാചകന്മാര്, അതിൽ 25ഓളം പ്രവാചകന്മാരുടെ പേരുകൾ ഖുർആൻ പ്രതിപാദിക്കുന്നുണ്ട്. ആ പ്രവാചകന്മാരെ ഒക്കെ പരിചയപ്പെടുത്തിയപ്പോ അവർക്ക് നല്ല വീടുണ്ടായിരുന്നുവെന്ന്, അവർക്ക് നല്ല ആരോഗ്യമുണ്ടായിരുന്നുവെന്ന്, അവർക്ക് ഉദ്ദേശിച്ചതൊക്കെ ലഭിച്ചിരുന്നുവെന്ന്, അവർക്ക് നല്ല സൗകര്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നല്ല പരിചയപ്പെടുത്തിയത്. അവരൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചവരാണെന്ന് പരിചയപ്പെടുത്തുമ്പോൾ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന സമാധാനമെന്ന്, അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെട്ടവർക്ക് പോലും ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ പാപമോചനം തേടുന്ന ആദം അലൈഹിസ്സലാം മുതൽ, മത്സ്യവയറ്റിലകപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം മുതൽ, ജയിലിലകപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം മുതൽ, വാൾത്തലത്തിന്റെ മുമ്പിൽ കിടക്കപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാം മുതൽ, നീലേക്ക് വലിച്ചെറിയപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം, സന്താന സൗഭാഗ്യമില്ലാതെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന സക്കരിയ നബി അലൈഹിസ്സലാം, രോഗപീഠകളാൽ പ്രയാസപ്പെടുന്ന അയ്യൂബ് നബി അലൈഹിസ്സലാം, മകൻ നഷ്ടപ്പെട്ട കണ്ണീരും വേദനയും വിരഹവും അനുഭവിക്കുന്ന യാക്കൂബ് നബി അലൈഹിസ്സലാം, അങ്ങനെ എന്തെന്ത് പരീക്ഷണങ്ങൾ അനുഭവിച്ച എത്രയെത്ര പ്രവാചകന്മാര്. ഇതൊക്കെ മനുഷ്യ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റുകളാണ്. നമുക്കും ഗുരുവിലെ കുട്ടികളില്ലാത്തവരായിട്ട്, രോഗമെന്ന് പ്രയാസപ്പെടുന്നവരായിട്ട്, നഷ്ടപ്പെട്ട മക്കളുടെ മാതാപിതാക്കളായിട്ട്, ജീവിതത്തിന്റെ പ്രതിസന്ധികളെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്ന് പ്രയാസപ്പെടുന്നവരായിട്ട്, അവിടെ ഇവരവലംബിച്ച ഒരു വിശ്വാസം,
ഖുർആൻ നൽകുന്ന മനസ്സമാധാനം അതാണ്. ഞാൻ റബ്ബിന്റെ ആരുമല്ല, പക്ഷേ റബ്ബിന്റെ അടുത്തവരായിരുന്നല്ലോ ഇബ്രാഹിം അലൈഹിസ്സലാം, റബ്ബിന് ഇഷ്ടപ്പെട്ടവരായിരുന്നല്ലോ യഅ്ഖൂബ് നബി അലൈഹിസ്സലാം, റബ്ബ് ഇഷ്ടപ്പെട്ടവരായിരുന്നല്ലോ സക്കറിയ നബി അലൈഹിസ്സലാം, റബ്ബ് ഇഷ്ടപ്പെട്ടവരായിരുന്നല്ലോ അയ്യൂബ് നബി അലൈഹിസ്സലാം. എന്നിട്ട് എന്തുണ്ടായി? അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ പറ്റി ബൈബിൾ ജോബ് എന്ന അധ്യായത്തിൽ, അല്ലെങ്കിൽ അയ്യോബിന്റെ പുസ്തകം എന്ന അധ്യായത്തിൽ അങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. അയ്യോബിന് ഒരുപാട് വസ്തുവകൾ ഉണ്ടായിരുന്നു, ഒരുപാട് പറമ്പുകളുണ്ടായിരുന്നു, ഒരുപാട് വാഹനങ്ങളും മൃഗങ്ങളും ഉണ്ടായിരുന്നു, ഒരുപാട് വേലക്കാരുണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് സമ്പത്തിന്റെയും ഒരുപാട് സൗകര്യങ്ങളുടെയും ഉടമസ്ഥതയിൽ നിന്ന് അയ്യൂബ് നബി അലൈഹിസ്സലാമിന് രോഗം വരുന്നു, ഒന്നൊന്നായി നഷ്ടപ്പെടുന്നു, എല്ലാം ഇല്ലാതാകുന്നു. അപ്പോഴും ആ മനസ്സിന്റെ പ്രതീക്ഷയെ അല്ലാഹു ഉയർത്തി കാണിക്കുന്നു. അയ്യൂബ ഇതിനാദാ റബ്ബഹു അന്നീ മസ്സനിയ ദുർറ വഅൻത അർഹമുർ റഹീം. കരുണ ചൊരിയുന്നവരിൽ ഏറ്റവും കരുണ ചൊരിയുന്നവൻ പടച്ചവനാണ്. ഇതൊരു വിശ്വാസിയുടെ പ്രതീക്ഷയാണ്. ഇതൊരു വിശ്വാസിയുടെ മനസ്സിന്റെ വിശ്വാസം കൊണ്ട് നേടാൻ പറ്റുന്ന ആ ഭൂമികയിലുള്ള സ്വസ്ഥതയാണ്. റബ്ബിന്റെ കൈവിടില്ല. എന്തൊക്കെ വന്നവനും റബ്ബിന്റെ കാരുണ്യത്തെ നിഷേധിച്ച് പറയില്ല. പ്രിയപ്പെട്ടവരെ ആർക്കാ പറയാൻ പറ്റുക? രാവിലെ സ്വകരിവാക്ക് കൊടുക്കുമ്പോഴും എഴുന്നേൽക്കാതെ പുതച്ചുമൂടി ഉറങ്ങുന്ന എത്രയോ ആളുകളല്ലേ നമ്മുടെ കൂട്ടത്തില്. എന്നിട്ട് റബ്ബ് നമ്മുടെ ശ്വാസോച്ഛ്വാസം നിർത്തിവെച്ചോ. ഒരു ദിവസം 25,920 പ്രാവശ്യം ശ്വസിക്കുന്നവരാണ് നമ്മൾ. ഈ ശ്വാസോച്ഛ്വാസത്തിന്റെ വില അറിയണമെങ്കിൽ ഒന്ന് ശ്വാസമൊട്ട് അനുഭവപ്പെടണം. ശ്വസിക്കാൻ വയ്യാതെ മേലോട്ടും താഴോട്ടും ഇങ്ങനെ കിതച്ചു നിൽക്കണം. നിങ്ങളെ കൊണ്ടുപോയി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് അവർ കൃത്രിമ ഓക്സിജൻ നൽകിക്കഴിഞ്ഞാൽ കൊടുക്കേണ്ടി വരും 10,000 രൂപ. അല്ലാഹു നൽകുന്ന ശ്വാസോച്ഛ്വാസത്തിന്റെ വില എത്രയാ? ഓക്സിജന്റെ വില എത്രയാ? വെള്ളത്തിന്റെ വില എത്രയാ? ജീവിതത്തിന്റെ വില എത്രയാ? ഒരു വൃക്ക പോയാൽ പോലെ പ്രിയപ്പെട്ടവരെ അതിന്റെ വില അറിയും. തരാൻ ആളുണ്ടാവില്ല, യോജിക്കുന്ന ഗ്രൂപ്പ് ഉണ്ടാവില്ല, തരാൻ സന്നദ്ധമായാൽ തന്നെ കയ്യിൽ കാശുണ്ടാവില്ല. എന്തെന്ത് വിലയാണ് റബ്ബ് നൽകിയ ഈ ജീവിതത്തിന്റെ വില. എന്നിട്ടും രാവിലെ സുബഹി നിസ്കരിക്കാൻ പള്ളിയിലേക്കുള്ള വിളിക്കുമ്പോ ആൾക്കാർ വിചാരിക്കുന്നത് പള്ളിയിൽ നല്ല വിളി, വീട്ടിൽ നിന്ന് നിസ്കരിക്കാൻ സമയമായി എന്ന് പറയാണ്. അല്ലല്ലോ, ഇങ്ങോട്ട് വാന്നാണ് അതിന്റെ അർത്ഥം. ഇങ്ങോട്ട് വാന്ന് അവിടുന്ന് നിസ്കരിച്ചോന്നല്ല. പക്ഷെ നമ്മൾ പോവില്ല. പടച്ചോന്റെ വിളിയാണെന്ന് അറിഞ്ഞിട്ടും പോവില്ല. അല്ലാഹുവെങ്ങാനും ഭൂമിയിൽ മനുഷ്യർ ചെയ്യുന്ന തിന്മകൾക്ക് അപ്പോൾ ശിക്ഷിക്കുമായിരുന്നെങ്കിൽ ഭൂമിയിൽ നേപ്പാളിൽ സംഭവിച്ചതുപോലെ 10,000 ആളുകളുടെ ഭൂകമ്പമല്ല, ഒരൊറ്റ ജീവിയും ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ലെന്ന് ഖുർആൻ താക്കീത് ചെയ്യുന്നുണ്ടെങ്കിൽ റബ്ബിന്റെ കരുണയുടെ വലുപ്പമെത്ര. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖുർആൻ ഏറ്റവും ആദ്യം അല്ലാഹുവിനെ പരിചയപ്പെടുത്തിയത്, ഖുർആൻ ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ പരിചയപ്പെടുത്തിയത് അർ-റഹ്മാൻ. അവൻ പരമകാരുണികനാണ്. അവനെ പോലെ കരുണയുള്ളവരാരും കേട്ടോ. ചില ആൾക്കാർ വിചാരിക്കുന്നത് അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ആൾക്കാരോട് ചോദിക്കാൻ ന്യായം പറയുന്നത് നമുക്കൊന്നും പടച്ചവനോട് ചോദിക്കാൻ അർഹതയില്ല. നമ്മളൊന്നും നേർക്ക് നേരെ പടച്ചവനോട് ചോദിക്കാൻ പറ്റൂല. നമ്മൾ കള്ളുടിക്കുന്നവരും ഗഞ്ചാവ് വലിക്കുന്നവരും നിസ്കരിക്കാത്തവരും പാപം ചെയ്യുന്നവരുമാണ്. അതുകൊണ്ട് പടച്ചവനോട് ചോദിച്ചാൽ പടച്ചവൻ കേൾക്കൂല. അതുകൊണ്ട് നമ്മൾ ഔലിയാക്കന്മാരോട് പറയാം, മുഹീദ്ദീൻ ശൈഖിനോട് പറയാം, ബദരീങ്ങളോട് പറയാം, അവൻ അള്ളാഹിനോട് പറയട്ടെ എന്നാണ്. നഊദുബില്ല. അള്ളാഹു ഈ വാദം ഒരിക്കലും അംഗീകരിക്കില്ലെന്ന് മാത്രമല്ല, അള്ളാഹു വിളിക്കുന്നു യാ ഇബാദി. ആ വിളിന്റെ രസറിയോ നിങ്ങൾ? ആ വിളിയുടെ പദപ്രയോഗത്തിന്റെ മധുരം അറിയോ നിങ്ങൾ? അറബിയിൽ ഇബാദി എന്ന് പറഞ്ഞാൽ നിന്റെ എന്നാണ് അർത്ഥം. എന്റെ മോനെ എന്ന് പറയില്ല, എന്റെ ദാസാ. الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله. നീ എന്തെന്ത് പാപം ചെയ്തവനാണെങ്കിലും എന്ത് തിന്മ ചെയ്തവനാണെങ്കിലും പടച്ചോന്റെ റഹ്മത്തിനെ തൊട്ട് മാത്രം നീ നിരാകരിച്ച് പറയരുത് കേട്ടോ. റബ്ബിന്റെ റഹ്മത്ത് അത്ര വലുപ്പമാണ്. പരമം എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് വേറൊന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് റബ്ബ് നിന്റെ പാപങ്ങൾ പുറത്തു തരാനാണ് തൗബയുടെ കവാടങ്ങൾ തുറന്നു വെച്ച് കാത്തിരിപ്പുണ്ട്. രാവും പകലും പകലും അവൻ നിന്നെ കാത്തിരിപ്പുണ്ട്. അതുകൊണ്ട് മടങ്ങാനധികം സമയം വേണ്ടതില്ല. അള്ളാഹുവിനോട് ചോദിച്ചാൽ അവൻ ഉത്തരം തരും. പ്രിയപ്പെട്ടവരെ, അയ്യൂബ് നബി അലൈഹിസ്സലാമിന് പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷയിൽ നിന്ന് അണുകിട വ്യതിചരിക്കാൻ അയ്യൂബ് നബി അലൈഹിസ്സലാം ഒരിക്കലും മുന്നോട്ട് വന്നില്ല. അതുകൊണ്ട് റബ്ബിന്റെ സഹായമുണ്ടായി. നഷ്ടപ്പെട്ടത് മുഴുവനും ഇരട്ടിക്കിരട്ടി തിരിച്ചു കിട്ടി.
നമ്മളോ ഞാനെത്ര കാലമായി നിസ്കരിക്കുന്നു, ഞാനെത്ര കാലമായി നല്ലോണം നടക്കുന്നു, എന്നിട്ടും അള്ളാഹുവിനെ പരീക്ഷിക്കുന്നല്ലോ, എനിക്ക് കടമുണ്ടല്ലോ, എനിക്ക് ജോലിയില്ലല്ലോ, എന്റെ കുടുംബത്തിൽ പ്രശ്നമാണല്ലോ. പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടാകും. വിശ്വാസിക്ക് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഈ സമാധാനമൊക്കെ ലഭിക്കുന്നത് ഖുർആനിൽ നിന്നാണ്. ഈ പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിച്ച ഓരോ പ്രവാചകന്മാരുടെയും ചരിത്രത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഈ ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ ഓടിപ്പോകുമ്പോൾ മനസ്സിന് സമാധാനം കിട്ടും, അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളും, അള്ളാഹുവിനെ പറ്റിയുള്ള പ്രതീക്ഷ വളരും, ആ ഭൂമിയിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രിയപ്പെട്ടവരെ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പരിഹസിക്കപ്പെടുന്നു, നിന്ദിക്കപ്പെടുന്നു, അവഹേളിക്കപ്പെടുന്നു. 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് പ്രൊഫസർ ജോസഫ്, തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകൻ, കൈവട്ടപ്പെട്ട അധ്യാപകൻ, അദ്ദേഹത്തിന്റെ കൈവെട്ടിയതുമായി ബന്ധപ്പെട്ട വിധി വന്നത്. ഇപ്പോഴും അതിന്റെ പ്രതികരണങ്ങളും അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ അഭിപ്രായങ്ങളും മീഡിയകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൊഫസർ ജോസഫ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിച്ചു എന്ന് പറയപ്പെടുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നാണ് ആരോപിക്കപ്പെടുകയും ചിലതൊക്കെ വസ്തുതകളായി നിലനിൽക്കുകയും ചെയ്യുന്നു. ഡെൻമാർക്കിലെ വൃത്തികെട്ടൊരു പത്രം, ജനൻ പോസ്റ്റ് എന്ന് പറയുന്നൊരു പത്രം, ആ നേതാവിന്റെ തലയിൽ ഒരു ബോംബ് കെട്ടിവെച്ചു. ആ നേതാവിന്റെ ചുറ്റും കുറെ പെണ്ണുങ്ങളുടെ ചിത്രം വരച്ചു. എന്നിട്ടിത് സ്ത്രീലമ്പടന്മാരുടെ നേതാവാണെന്ന് കളിയാക്കി, ഇത് തീവ്രവാദികളുടെ നേതാവാണെന്ന് കളിയാക്കി. പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത കാലത്ത് ഷാർലി എബ്ഡോ എന്ന് പറയുന്ന പത്രം അത്തരം രൂപത്തിലുള്ള വേറൊരു കാർട്ടൂൺ പുനഃപ്രസിദ്ധീകരിച്ചു. നിരന്തരമായി ഇത്തരം പരിഹാസങ്ങളും അവഹേളനങ്ങളും ഒക്കെ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും ആ നേതാവിനെ പറ്റി നമുക്ക് ലോകത്തോട് പറയാനുള്ളതെന്താ? ആ നേതാവിനെ ഒന്ന് പഠിച്ചു നോക്കൂ. 40-ാമത്തെ വയസ്സ് മുതൽ 63-ാമത്തെ വയസ്സ് വരെ 23 വർഷക്കാലത്തെ ജീവിതം ഒന്ന് പഠിച്ചു നോക്ക്. നാം ലോകത്തോട് പറയുന്നു, ഞങ്ങൾ ആ നേതാവിന്റെ അനുയായികളാണ്, ഞങ്ങൾ ആ നേതാവിനെ സ്നേഹിക്കുന്നവരാണ്, ഞങ്ങൾ ആ നേതാവിനെ മാതൃകയാക്കുന്നവരാണ്, ഞങ്ങൾ ആ നേതാവിനെ പിൻപറ്റുന്നവരാണ്. അതുകൊണ്ട് അന്നും ഇന്നും എന്നും നമ്മൾ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, വിമർശകരെ, പരിഹസിക്കുന്നവരെ, അഭിഹസിക്കുന്നവരെ ഞങ്ങൾ ആരുടെയും കൈവട്ടാൻ വരുന്നില്ല, ഞങ്ങളൊരു എംബസികളിലേക്കും കല്ലെറിയാൻ വരുന്നില്ല, ഞങ്ങൾ ആരുടെയും നേരെ തൂക്ക് ചൂണ്ടുന്നില്ല. പക്ഷെ എല്ലാവരോടും നമുക്ക് പറയാനുള്ളത്, വിമർശകരോട്, പരിഹസിക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ പരിഹസിക്കുകയല്ല വേണ്ടത്, ആ ജീവിതം ഒന്ന് പഠിച്ചു നോക്ക്. എന്നിട്ട് വിമർശനമുണ്ടോ മറുപടി ഞങ്ങൾ തരാം. ഞങ്ങൾ ആ നേതാവിനെ പിൻപറ്റുന്നവരാണ്. കേവലം പിൻപറ്റുക എന്ന് പറയുകയല്ല, കേവലം സ്നേഹിക്കുക എന്ന് പറയുകയല്ല, സ്നേഹമെന്ന് പറഞ്ഞ് റബീഉൽ അവ്വലിൽ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന റാലി നടത്തുകയല്ല. ആ നേതാവിനെ അക്ഷരം പ്രതി എങ്ങനെയാണോ പിൻപറ്റാൻ പറ്റുന്നത് അതുപോലെ പിൻപറ്റുന്നവരാണെന്ന് പറയുമ്പോ, ഇൻകാന ഹുബ്ബുക സ്വാദിഖല്ല അതഅഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. സ്നേഹമുണ്ടെന്ന് വെറുതെ പറയല്ല, സ്നേഹമുണ്ടെന്ന് പറഞ്ഞ് സുബഹിക്ക് വരാതെ പോവുകയല്ല, പള്ളിയിൽ വരാതെ പോവുകയല്ല, സ്നേഹമുണ്ടെന്ന് പറഞ്ഞ് അവിടുന്ന് പഠിപ്പിച്ച വിധിവിലക്കുകളെ അവഗണിക്കുകയല്ല. എല്ലാ വിഷയത്തിലും ചിലരൊക്കെ ചോദിക്കാറുണ്ടല്ലോ, എന്തുകൊണ്ടാണ് മുജാഹിദുകൾ നെഞ്ചത്ത് കൈവെക്കുന്നത് നിസ്കാരത്തില്, എന്തുകൊണ്ടാണ് നമസ്കാര ശേഷം കൂട്ടമായി ഒന്ന് ദുആ ചെയ്യാത്തത്, എന്തുകൊണ്ടാണ് മരിച്ച വീട്ടിൽ 3-ാം ദിവസം സദ്യ ഉണ്ടാക്കി കൊടുക്കാത്തത്, എന്താ 7-40 ആണ്ട് മടിയന്തരവും കഴിക്കാത്തത്, എന്താ നിങ്ങൾ സ്വലാത്ത് വാർഷികം കഴിക്കാത്തത്, നിങ്ങൾ എന്തുകൊണ്ടാണ് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എന്തുകൊണ്ടാണ് നമസ്കാരത്തിന്റെ ശേഷവും പ്രാർത്ഥനയുടെ തുടക്കത്തിലും ബാങ്കിന്റെ ശേഷവുമൊക്കെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്, എന്നാൽ സ്വലാത്ത് ഹൽക്ക സംഘടിപ്പിക്കാത്തത്, സ്വലാത്ത് നഗറിലേക്ക് വരാത്തത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ദിക്ർ ചൊല്ലുന്നത്, നിങ്ങൾ എന്തേ ദിക്റിന്റെ ഹൽക്കകളും വാർഷികങ്ങളും സംഘടിപ്പിക്കാത്തത്, നിങ്ങൾ എന്തുകൊണ്ടാണ് സ്ത്രീധനം വാങ്ങാത്തത്, അങ്ങനെ എന്തെന്ത് ചോദ്യങ്ങളുണ്ടോ, നിങ്ങൾ എന്തേ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എന്തുകൊണ്ടാണ് മൗലിദ് ഓതാത്തത്, നിങ്ങൾ എന്തുകൊണ്ടാണ് റാത്തീബ് ഓതാത്തത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ ഏത് ചോദ്യങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നു, എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാലും നമുക്കൊരൊറ്റ ഉത്തരമേയുള്ളൂ, വമാ അതാ
ജാഅക്കുമുർ റസൂലു ഫഖുദൂഹു. ആ നേതാവ് കൊണ്ടുവന്നോ, ആ കൊണ്ടുവന്നത് മുഴുവനും സ്വീകരിക്കേണ്ടവരാണ് നമ്മൾ. അവിടെ നിന്ന് എവിടെയാണോ സംസ്കാരത്തിൽ കൈവച്ചിട്ടുള്ളത് അവിടെ മാത്രമേ നമ്മൾ കൈവക്കുള്ളൂ. 20,000-ലധികം നമ്മളെ ജമാഅത്ത് സംസ്കാരം നിർവഹിച്ചിട്ട് എങ്ങനെയാണോ പ്രാർത്ഥിച്ചത് അങ്ങനെയേ നമ്മളും പ്രാർത്ഥിക്കുകയുള്ളൂ. അവിടുത്തെ സമയത്ത് ജീവിതകാലത്ത് ഒരുപാട് സഹാബികൾ വഫാത്തായി പോയിട്ടുണ്ട്. അവിടെ നിന്നും വഫാത്തായ സമയമുണ്ട്. അപ്പോഴൊക്കെ മരണ വീട്ടിൽ എങ്ങനെ പ്രവർത്തിച്ചോ അങ്ങനെയേ നമ്മളും പ്രവർത്തിക്കുള്ളൂ. അവിടെ നിന്ന് എന്ത് ചൊല്ലാൻ പറഞ്ഞോ അതാണ് നമ്മൾ ചൊല്ലുന്നത്. അവിടെ നിന്ന് എങ്ങനെ സലാത്ത് ചൊല്ലാൻ പറഞ്ഞോ അങ്ങനെയാണ് നമ്മൾ ചൊല്ലുന്നത്. അങ്ങനെ എല്ലാ വിഷയത്തിലും ആ നേതാവിനെ ഇത്തിബാ ചെയ്യുക, അതാണ് സ്നേഹത്തിന്റെ അടയാളം. അങ്ങനെ ഇത്തിബാ ചെയ്യുന്ന നമുക്ക് ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയാം, ആ നേതാവിന്റെ നേരെ എന്ത് വിമർശനങ്ങളുണ്ടെങ്കിലും മറുപടി ഞങ്ങൾ തരാം. ജോസഫിന്റെ അടുത്തേക്ക് ഞങ്ങൾ പോയിരുന്നു. 3-3.5 മണിക്കൂറോളം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോലീസ് അധികാരികൾ ഇപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെയാണ്. ഒരു നിമിഷം പോലും അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നോ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നോ പോലീസുകാർ മാറില്ല. ഞങ്ങൾ 3.5 മണിക്കൂർ അവിടെ പോയി സംസാരിച്ചു. ഞങ്ങൾ പ്രവാചകനെ പരിചയപ്പെടുത്തി, ഞങ്ങൾ പരലോകത്തെപ്പറ്റി മുന്നറിയിപ്പ് നൽകി, ഞങ്ങൾ ഖുർആനിന്റെ പരിഭാഷ കൊടുത്തു. ഖുർആനെ പറ്റി പറയുമ്പോൾ അതുകൂടി പറയണം. 9 വർഷക്കാലം കോയമ്പത്തൂർ ജയിലിൽ കിടന്ന് പുറത്തിറങ്ങി വന്നു അബ്ദുൽ നാസർ മഅ്ദിനി സാഹിബ്. പുറത്തിറങ്ങി വന്നപ്പോ പഴയ കാഴ്ചപ്പാടുകളിൽ കുറെ മാറ്റങ്ങൾ ഉണ്ടായി അദ്ദേഹത്തിന്. അതിലൊരു മാറ്റം അദ്ദേഹം പ്രകടിപ്പിച്ചത് അന്ന് കേരളം ഭരിച്ചുകൊണ്ടിരുന്ന വി എസ് അച്യുതാനന്ദൻ സാഹിബിന് ഖുർആനിന്റെ ഒരു പരിഭാഷ നൽകിക്കൊണ്ടായിരുന്നു. ഖുർആന്റെ പരിഭാഷ നൽകുന്ന ചിത്രങ്ങൾ പത്രങ്ങളിൽ വന്നപ്പോ ആ ചിത്രങ്ങൾ എടുത്തുകൊടുത്തുകൊണ്ട് കേരളത്തിലെ ഇസ്ലാമിക പ്രസിദ്ധീകരണം എന്ന് പറയുന്ന ചില പ്രസിദ്ധീകരണങ്ങളിൽ വിമർശിച്ചുകൊണ്ട് ലേഖനം കൊണ്ടു. മഅ്ദിനി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ആ വിഷയത്തിൽ നാം മഅ്ദിനിയെ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം ഖുർആൻ ആരുടെ ഗ്രന്ഥമാണ്? ഖുർആൻ ആരുടെ ഗ്രന്ഥമാണ്? ഖുർആൻ മുഅ്മിനീങ്ങളെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ? അല്ല. ഖുർആൻ ആരെയാ വിളിച്ചത്? ജനങ്ങളെ എന്നാണ്. ജനങ്ങളെ എന്ന് വിളിച്ചിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളെ കേൾക്കണമെങ്കിൽ, അത് ജനങ്ങൾ അറിയണമെങ്കിൽ അത് ജനങ്ങളുടെ കയ്യിൽ വേണ്ടേ? അതുകൊണ്ട് ഖുർആൻ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ജോസഫിന് ഞങ്ങൾ ഖുർആൻ കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു മലയാളം അധ്യാപകനാണ്, പക്ഷെ എന്റെ കയ്യിലുള്ളത് ഇംഗ്ലീഷ് പരിഭാഷ മാത്രമാണ്. അവിടെ നടന്ന സംസാരത്തിന്റെ ആകത്തുകയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് ലോകത്തോട് പറയാനുള്ളത് ഇതാണ്: അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക വ്യത്യസ്തമാണ്. ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ജയിലുകളിൽ ചപ്പാത്തി ഉണ്ടാക്കി പ്രശസ്തിയാർജിച്ച IPS ഉദ്യോഗസ്ഥനായിരുന്നു അലക്സാണ്ടർ ജേക്കബ്. അദ്ദേഹത്തോട് കൈരളി ചാനലിന്റെ അവതാരകൻ ജോൺ ബ്രിട്ടഫ് ചോദിക്കുന്നുണ്ട്, സർ, താങ്കൾക്ക് എവിടെ നിന്നാണ് ജയിലുകളിൽ ചപ്പാത്തി ഉണ്ടാക്കാൻ പ്രചോദനം കിട്ടിയത് എന്ന്? അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് നബിയിൽ നിന്ന് എന്ന്. പ്രിയപ്പെട്ടവരെ, ആലോചിച്ചു നോക്കൂ. 1400 വർഷങ്ങൾക്ക് മുമ്പ് എഴുതാനും വായിക്കാനും അറിയാത്തൊരു മനുഷ്യൻ ചെയ്തൊരു പ്രവൃത്തിയിൽ നിന്ന് ഇന്നും പ്രചോദനം ഉൾക്കൊണ്ട കേരള ഗവൺമെന്റിന് കോടിക്കണക്കിന് രൂപ നൽകുന്ന ഒരു പ്രൊജക്ട് സംവിധാനിക്കണമെങ്കിൽ ആ നേതാവിന്റെ ഔന്നിത്യം എത്രയാണ്? മനസ്സിലാക്കേണ്ടതുപോലെ ആ നേതാവിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കരളിന്റെ കഷ്ടമാണ്, നമ്മുടെ നേതാവാണ്, നമ്മൾ പിൻപറ്റുന്ന വ്യക്തിത്വമാണ്. പക്ഷെ അപ്പോഴും നമുക്കെതിരെ ആരോപണങ്ങളുണ്ടല്ലോ. ഇവര് നബിയെ വെറും സാധാരണക്കാരനാക്കുകയാണ്, നബി വെറും സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവരാണ് ഇപ്പോഴും ഉണ്ടല്ലോ, അല്ലേ? കേസവിവാദം, വ്യാജകേശവുമായി ബന്ധപ്പെട്ട വിവാദം വന്നപ്പോൾ പോലും നമുക്കെതിരെ ആളുകൾ പറഞ്ഞു, നിങ്ങൾക്ക് തന്നെ സാധാരണ മനുഷ്യനല്ലേ? പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആളുകൾ പലതിനും വേണ്ടിയും ഉപയോഗപ്പെടുത്തി. ആ നേതാവിന്റെ പേരിൽ സലാത്ത് ചൊല്ലുന്നതിന് വേണ്ടി പിരിവ് നടത്തി, നേർച്ച നടത്തി, നഗരം നടത്തി, ആളുകളിൽ നിന്ന് പണം പിരിച്ചു. പക്ഷെ നമ്മൾ സലാത്ത് ചൊല്ലിക്കൊണ്ടേയിരുന്നു. ആ നേതാവിന്റെ സ്നേഹത്തിന്റെ പേരിൽ മൗലിദ് നടത്തി, ജാഥ നടത്തി ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് ബ്ലോക്കുകളുണ്ടാക്കി. അങ്ങനെ ആളുകൾക്ക് പ്രയാസമുണ്ടാക്കി. അല്ലാഹുവോ റസൂലോ സഹാബികളോ തബോത്താബികളോ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളോ പഠിപ്പിച്ചിട്ടില്ലാത്ത നബിദിനം എന്ന പേരിലുള്ള സ്നേഹപ്രകടനം നടത്തി. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമുക്ക് ആ നേതാവിനോട് അങ്ങേയറ്റം സ്നേഹമുണ്ട്. ആ നേതാവിനോട് പ്രിയപ്പെട്ടവരെ, ലോകത്ത് മറ്റാരെക്കാളും വിശ്വാസികൾ സ്നേഹിക്കേണ്ടവരാണ്. ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ.
നമ്മുടെ മാതാപിതാക്കളെക്കാളും നമ്മുടെ മക്കളെക്കാളും മുഴുവൻ ജനങ്ങളെക്കാളും നമുക്ക് ഏറ്റവും ഇഷ്ടമായ നേതാവിനോടാണ്. അതുകൊണ്ടാണ് എല്ലാ വിഷയത്തിലും ആ നേതാവിനെ അനുധാവനം ചെയ്യണമെന്ന് നമ്മൾ പറയുന്നത്. നബിയുടെ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ചില ആൾക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് അള്ളാഹിനോട് സ്നേഹമുണ്ട്. അള്ളാഹു ഉടനെ അവരോട് അടയാളം ചോദിച്ചു. ആ ചോദ്യം ഇന്നും ഖുർആനിലുണ്ടല്ലോ. ആ അടയാളം നമ്മളോടും കൂടിയാണല്ലോ ചോദിക്കുന്നത്. അടയാളം കാണിക്കാതെ അവകാശവാദം വ്യാജമാവില്ലേ പ്രിയപ്പെട്ടവരെ? തെളിവ് കൊടുക്കണ്ടേ പടച്ചോനെ? അള്ളാഹു തെളിവ് ചോദിക്കുന്നുണ്ട്. നബിയെ ആളുകളോട് ചോദിക്കണം, പറയണം, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് അല്ലാഹുവിനോട് സ്നേഹമുണ്ട് എന്ന്, എങ്കിൽ നിങ്ങൾ അടയാളം കാണിക്ക്. ഫത്തബിഊനി, എന്നെ ഇത്തിബാഅ് ചെയ്യുന്നതൊന്ന് കാണട്ടെ. അത് കാണിക്കാൻ പറ്റിയില്ലെങ്കിലോ? എനിക്ക് സ്നേഹക്കുണ്ട്, പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോഴും ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞാൽ, ഇമാം ഗസാലി റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട്, ചില ആളുകൾ വിചാരിക്കുകയാണ് എനിക്ക് ഇന്ന ശൈഖിനോട് സ്നേഹമുണ്ട്, ഇന്ന ഉസ്താദിനോട് സ്നേഹമുണ്ട്, ഇന്ന വലിയനോട് സ്നേഹമുണ്ട്, ഇന്ന നബിയോട് സ്നേഹമുണ്ട്. അങ്ങനെ സ്നേഹിച്ചാൽ അന്ത മഅമൻ അഹബ്ബ, നീ ആരെയാണോ സ്നേഹിക്കുന്നത്, സ്നേഹിക്കുന്നവരുടെ കൂടെ സ്വർഗത്തിലെത്തുമെന്ന ഹദീസ് ഓതിയിട്ട് നിങ്ങൾക്ക് സ്നേഹമുണ്ടായാൽ മതി. നിങ്ങൾ കഞ്ചാവ് വലിച്ചാലും മദ്യപിച്ചാലും അൻപരാഗതെന്നാലും സ്വീകരിച്ചിട്ടില്ലെങ്കിലും സ്നേഹമുണ്ടെന്ന് പറഞ്ഞ് മൗലിദോദിയാലോ മാലപാടിയാലോ സ്വർഗത്തിലെത്തുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി ആ ധാരണ തിരുത്തുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, വലാ തഗ്തറന്ന, നീ വഞ്ചിതനായി പോകണ്ട. എന്ത് ബിമൻ ഖാല, ഒരാൾ നിന്നോട് പറയാണ് അന്ത മഅമൻ അഹബ്ബ, നീ ആരെ ഇഷ്ടപ്പെടുന്നോ ഇഷ്ടപ്പെടുന്നവന്റെ കൂടെ നീയും സ്വർഗത്തിലെത്തുമെന്ന് പറഞ്ഞാൽ നീ അതിൽ വഞ്ചിതനായി പോകണ്ട. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അതിന്റെ ഉദാഹരണം കൃത്യമായി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് നിയോഗിതരായ ഈസാ അലൈഹിസ്സലാമിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ ക്രിസ്ത്യാനികളാണ്. പക്ഷെ സ്നേഹത്തിന്റെ റൂട്ട് വേറെയാണെന്ന് മാത്രം. അവർക്ക് സ്നേഹമുണ്ട്, അവർക്ക് ഇഷ്ടമുണ്ട്. പക്ഷേ ഈസാ അലൈഹിസ്സലാമിനോട് തന്നെ സ്നേഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. മൂസാ അലൈഹിസ്സലാമിനെ വല്ലാതെ സ്നേഹിച്ചവരാണ് ജൂതന്മാര്. പക്ഷെ സ്നേഹത്തിന്റെ റൂട്ട് വേറെയാണ്. അതുകൊണ്ട് മൂസാ അലൈഹിസ്സലാമിന്റെ കൂടെ ഇവർ സ്വർഗത്തിലെത്തില്ലെന്നും ഈസാ അലൈഹിസ്സലാമിന്റെ കൂടെ ക്രിസ്ത്യാനികൾ സ്വർഗത്തിലെത്തില്ലെന്നും വിശ്വസിക്കുന്ന നമ്മൾ എന്താണ് അതിന്റെ കാരണം പറയുന്നത്? സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, സ്നേഹമുണ്ട്. പക്ഷെ സ്നേഹിക്കാനൊരു റൂട്ടുണ്ട്. ആ റൂട്ട് മാറിപ്പോയാൽ സ്നേഹിക്കുന്നവന്റെ കൂടെ സ്വർഗത്തിലെത്തില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫറായിദുകളെ, നവാഫിലുകളെ, സുന്നത്തുകളെയും നിർബന്ധ കർമ്മങ്ങളെയും ഒക്കെ ആ നേതാവ് പഠിപ്പിച്ചതുപോലെ ജീവിതത്തിൽ പകർത്തുന്നവർക്കാണ് അന്ത മഅമൻ അഹബ്ബ എന്ന് പറയുന്ന, ഈ ആരെയാണോ സ്നേഹിക്കുന്നത് സ്നേഹിക്കപ്പെടുന്നവന്റെ കൂടെ ഉണ്ടാകുമെന്ന് പറയുന്ന ആ ഹദീസ് ബാധകമാകുന്നത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് സ്നേഹമുണ്ട് എന്ന് നാം പറയുന്നു. പക്ഷെ ആ സ്നേഹം നാം ജീവിതത്തിൽ കാണിക്കേണ്ടത് ആ മാർഗം പിൻപറ്റിക്കൊണ്ടാണ്, ആ നേതാവിനെ അനുധാവനം ചെയ്തുകൊണ്ടാണ്. അങ്ങനെ അനുധാവനം ചെയ്യാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ സ്നേഹത്തിന്റെ അവകാശവാദം കൊള്ളയാണ് എന്ന് ചുരുക്കം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സ്നേഹിക്കണം, അനുധാവനം ചെയ്യണം എല്ലാ വിഷയത്തിലും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഇന്നും ആ നേതാവിന്റെ വ്യക്തിത്വം ഉന്നതമായി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ നിങ്ങൾ? അള്ളാഹുവിന്റെ കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാതൃകായോഗ്യമായ ഒരു ജീവിതം നയിക്കാൻ സാധിച്ചു. എല്ലാവരും ഇന്ന് ട്രെയിനിങ്ങുകളിൽ ആളുകൾ, ട്രെയിനേഴ്സായിട്ട് വരുന്ന ആളുകൾ പഠിപ്പിക്കപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ജീവിതത്തിന്റെ സക്സസ്, വിജയത്തെ പറ്റി, ജീവിതത്തിൽ എല്ലാത്തിനെയും അഭിമുഖീകരിക്കുമ്പോൾ നാം പാലിക്കേണ്ടുന്ന മാനസികമായ നിലപാടുകളെ പറ്റി അവരെത്ര ക്ലാസുകൾ എടുത്താലും നമ്മളത് പങ്കെടുത്തവർക്കറിയാം. ഇസ്ലാം പറഞ്ഞ കാര്യം വേറൊരു രൂപത്തിൽ പറയുക മാത്രമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയം മറ്റൊരു രൂപത്തിൽ പറയുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് മുഴുവനും കൃത്യമായ നിയമനിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത് എല്ലാ മനുഷ്യർക്കും പിൻപറ്റാൻ പറ്റുന്ന രൂപത്തിലുള്ള നിയമനിർദ്ദേശങ്ങളാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ അഹ്സാബിൽ എന്ന് പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ദൂതരിൽ ഉത്തമമായ മാതൃകയുണ്ട്. ആരാ നിങ്ങളെന്ന് പറഞ്ഞാൽ, ലിമൻ കാന യർജുല്ലാഹ്, അല്ലാഹുവിന്റെ തൃപ്തി ആഗ്രഹിക്കുന്നവർ. പടച്ചവന്റെ തൃപ്തി ആഗ്രഹിക്കാത്തവരാരാണുള്ളത്?
സൃഷ്ടിച്ച നാഥന്റെ തൃപ്തി ആഗ്രഹിക്കാത്തവരാരാ ഉള്ളത്? വയോമല്ലാഹിറ, പരലോകത്ത് രക്ഷപ്പെടാൻ ആഗ്രഹിക്കാത്തവരാരാ ഉള്ളത്? ആരും സഹായിക്കാനില്ലാത്തൊരു ലോകത്തെത്തുമ്പോ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമില്ലാത്തവരാരാ ഉള്ളത്? ഒരാളും സഹായിക്കാനില്ലാത്തൊരു കാലത്തും ഒരു നേരത്തും അള്ളാഹു നമ്മളെ കാക്കണം, നമ്മളെ രക്ഷപ്പെടുത്തണം, നമുക്ക് സ്വർഗത്തിലെത്തണമെന്ന് ചിന്തിക്കാത്ത ആരാ ഉള്ളത്? അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആളുകൾക്ക് അവരെങ്ങനെ നിസ്കരിക്കണം, എങ്ങനെ സ്വലാത്ത് ചെല്ലണം, എങ്ങനെ ദിക്ർ ചൊല്ലണം, എങ്ങനെ റബ്ബിനോട് മുമ്പിൽ റബ്ബിനെ ആരാധിക്കണം, അങ്ങനെ എന്തെന്ത് വിഷയങ്ങളുണ്ടെങ്കിലും വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിൽ അതുണ്ട്. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ സമ്പൂർണമായി പിന്തുടരപ്പെടേണ്ടുന്ന വ്യക്തിത്വമാണ്. ചില ആൾക്കാർ പറയും അതിനൊന്നും നമുക്ക് പറ്റൂല, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പോലെയല്ല. യഥാർത്ഥത്തിൽ അങ്ങനെ പറയാൻ വേണ്ടിയാണോ ഈ നമ്മളെ പോലെയല്ല എന്ന വാദം കൊണ്ടുവന്നത് എന്ന് സംശയിക്കപ്പെടേണ്ടതുണ്ട്. ഖുർആൻ ഒരു മനുഷ്യൻ എന്ന നിലക്ക് പരിചയപ്പെടുത്തിയത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ചിരിക്കുന്ന, കരയുന്ന, വേദനയുള്ള, കുടുംബമുള്ള, വിശപ്പുള്ള, ദാഹമുള്ള, സന്തോഷമുള്ള, സന്ദർഭമുള്ള നമ്മളെ പോലെ എന്ന് പറഞ്ഞത് ആ സഹയാണ്. അപ്പോൾ നമുക്ക് പിൻപറ്റാൻ പറ്റുന്ന ഒരു മലക്കിനെ അല്ലല്ലോ മാതൃകയായി തന്നത്. അപ്പൊ ആൾക്കാരും പറയും നമ്മൾ അങ്ങനെ മലക്കിനെ പിൻപറ്റാൻ. പ്രിയപ്പെട്ടവരെ, ആ അർത്ഥത്തിൽ മാതൃകായോഗ്യമായ ഒരു ജീവിതം നയിച്ച വ്യക്തിത്വം. പക്ഷെ ഇന്ന് ആ നേതാവിന്റെ പേരിൽ ചൂഷണങ്ങൾ നടക്കുന്നു. മുടി കൊണ്ടുവരുന്നു, തുണി കൊണ്ടുവരുന്നു, പൊടി കൊണ്ടുവരുന്നു, പാത്രം കൊണ്ടുവരുന്നു, എല്ലാറ്റിനും വിറ്റ് കാശാക്കുകയാണ്. എല്ലാം ആളുകൾക്കിടയിൽ ബർക്കത്തിന്റെ പേരിലും മഹത്വത്തിന്റെ പേരിലും സ്നേഹത്തിന്റെ പേരിലും ഒക്കെ. മുമ്പ് ആ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, കൂലിപ്പണിയെടുക്കുന്ന സാധാരണക്കാരായ തൊഴിലുറപ്പ് പണിക്ക് പോകുന്ന സ്ത്രീകളിൽ നിന്ന് പോലും അന്ന് ആ പള്ളി ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് മുടി കൊണ്ടുപോയി വെക്കണമെന്ന് പറഞ്ഞ് പണം പിരിച്ചിട്ടുണ്ട്. നമ്മളത് വിഷയമാക്കിയെടുക്കില്ല. പക്ഷേ ആ മേഖലയിൽ ഒരുപാട് ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പൊതുജനങ്ങളോട് തുറന്നു പറയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ നേതാവ്, എല്ലാറ്റിനേക്കാളും ഭയങ്കരമായ നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ്, അതുപോലൊരു മനുഷ്യൻ ലോകത്ത് വന്നിട്ടില്ല, അതുപോലൊരു മനുഷ്യൻ വരാനുമില്ല. നാളെ പരലോകത്ത് ആ നേതാവിന്റെ തൃക്കരങ്ങൾ കൊണ്ട് മുക്കിത്തീർന്ന ഹൗലുൽ കൗസർ കുടിക്കാൻ ആഗ്രഹിക്കാത്തവരാരുമില്ലല്ലോ. അള്ളാഹു നമുക്കതിന് ഭാഗ്യം നൽകുമാറാകട്ടെ. പക്ഷെ ആ ഭാഗ്യം ലഭിക്കണം എങ്കിൽ, ആ ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ എങ്ങനെയാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ദീൻ നമ്മുടെ മുമ്പിലുള്ളത്, ആ ദീനനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മുടെ മതത്തിൽ എന്തെങ്കിലും കടത്തിക്കൂട്ടിയാൽ നോക്കൂ, നിങ്ങൾ സൂറത്തുൽ മാഇദ പോയി അവസാനിക്കുന്നത് ഈസാ അലൈഹിസ്സലാമിനെ വിചാരണ ചെയ്യുന്ന സന്ദർഭം പറഞ്ഞുകൊണ്ടാണ്. ഈസാ അലൈഹിസ്സലാമിനോട് അല്ലാഹു ചോദിക്കുന്നുണ്ട്, അന്ത ഖുൽത ലിന്നാസ്, നീ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ യേശുവേ, നീ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഈസാ, എന്ത് ഇത്തഖദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാ, നിന്നെയും നിന്റെ മാതാവിനെയും ദൈവമാക്കണമെന്ന് നീ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഈസാ അലൈഹിസ്സലാം പറയും, മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനി, പടച്ചവനെ നീ എന്നോട് പറഞ്ഞതേ ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ളൂ. കുന്തു അലൈഹിം ശഹീദൻ മാ ദുംതു ഫീഹിം, ഞാൻ അവരെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവരെന്ത് ചെയ്തു എന്നറിഞ്ഞിട്ടുണ്ട്. ഫലമ്മാ തവഫൈതനി കുന്ത അൻത റഖീബ അലൈഹിം, എന്റെ കാലശേഷം അവരെന്ത് ചെയ്തുവെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലെന്ന് റബ്ബിനോട് പറയും. ഇതേ വാക്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലാഹുവിനോട് പറയുമത്രേ. സ്വഹീഹുൽ ബുഖാരിയിൽ 6 സ്ഥലങ്ങളിൽ ആവർത്തിച്ച് ഉദ്ധരിച്ചു വരുന്ന ഒരു ഹദീസുണ്ട്. നാളെ പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികൾക്ക് ദാഹിക്കുന്ന സമയത്ത് വെള്ളം മുക്കിക്കൊടുക്കുകയാണ്. വെള്ളം മുക്കിക്കൊടുക്കുന്ന സമയത്ത് കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു വിഭാഗത്തെ മാറ്റി നിർത്തപ്പെടുന്നു, ഒരു വിഭാഗത്തിന്റെ ഇടയിൽ മറയിടപ്പെടുന്നു. അവർക്ക് വെള്ളം കൊടുക്കുന്നില്ല, അവരെ മാറ്റി നിർത്തപ്പെടുന്നു. ഒരു ഹദീസ് പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവരിലുള്ള വുദൂഇന്റെ അടയാളങ്ങൾ കൊണ്ട് ഞാൻ അവരെ തിരിച്ചറിയുന്നു. ഞാൻ പറഞ്ഞു നോക്കും, അസ്ഹാബി, എന്റെ അനുചരന്മാരാണല്ലോ, എന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണല്ലോ, എന്റെ സമുദായത്തിൽപ്പെട്ടവരാണല്ലോ. പക്ഷേ എന്നോട് പറയപ്പെടും, ഇന്നക ലാ തദ്രി മാ അഹ്ദസൂ ബഅദ, ഓ നബിയേ, താങ്കളുടെ കാലശേഷം ഈ മതത്തിൽ അവർ പലതും കടത്തിക്കൂട്ടിയതെന്തെന്ന് താങ്കൾ അറിയുന്നില്ല. മതമാണെന്ന് പറഞ്ഞ്, നല്ലതാണെന്ന് പറഞ്ഞ്, പുണ്യമാണെന്ന് പറഞ്ഞ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ലാത്ത ദിക്റുകൾ, പഠിപ്പിച്ചിട്ടില്ലാത്ത ആചാരങ്ങൾ, പഠിപ്പിച്ചിട്ടില്ലാത്ത അനുഷ്ഠാനങ്ങൾ, പഠിപ്പിച്ചിട്ടില്ലാത്ത പ്രാർത്ഥനകൾ, പഠിപ്പിച്ചിട്ടില്ലാത്ത
ശിർക്കില്ലാത്ത ആരാധനാ കർമ്മങ്ങൾ ഇതൊക്കെ നല്ലതാണെന്ന് പറഞ്ഞ് ജനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്താണ് ഇതിന്റെ പ്രാധാന്യം? അവിടുത്തെ ഓരോ പ്രസംഗത്തിന്റെ തുടക്കത്തിലും പറഞ്ഞു വിദ്യാർത്ഥികളെ പറ്റിയുള്ള മുന്നറിയിപ്പ്. എന്തുകൊണ്ടാണ് അത് സൂചിപ്പിക്കുന്നതെന്ന് അറിയുമോ? ആളുകൾ വിചാരിക്കുന്നത് നല്ലതാണെന്ന് വിചാരിച്ച് ദിക്റുകളും സ്വലാത്തുകളും പുണ്യകർമ്മങ്ങളും നമുക്കുണ്ടാക്കാമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇമാം മാലിക് റഹ്മഹുല്ലാഹ് പറഞ്ഞതുപോലെ മതത്തിൽ ഒരു പുതിയതുണ്ടാക്കുമ്പോ അവൻ ആരോപിക്കുന്ന ആരോപണം ഏതുപോലെയാണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു പ്രവൃത്തി നമുക്ക് പരിചയപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഇത് നല്ലതാണെന്ന് നമ്മൾ പറയുമ്പോ സ്വർഗത്തിലെത്താൻ ഇങ്ങനെയൊരു ഏർപ്പാട് ഉണ്ടായിരുന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു തരാതെ വഞ്ചന കാണിച്ചിട്ടുണ്ട്. വഞ്ചകനാണെന്ന് പറയുന്നത് പോലെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ലെങ്കിലും ഇത് നല്ലതല്ലേ? സഹാബികൾ ചെയ്തിട്ടില്ലെങ്കിലും ഇത് നല്ലതല്ലേ? ഇങ്ങനെ പറയുന്നത് റസൂലുള്ളാഹി റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്ന് പറയുന്നവരെ പോലെയാണ്. അതുകൊണ്ടാണ് അതിന്റെ പ്രാധാന്യവും അതിന്റെ ഗൗരവവും നാം ജനങ്ങളെ ഉണർത്തുന്നത്. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അവസാനത്തെ പ്രഭാഷണത്തിൽ സൂറത്തുൽ മാഇദയുടെ 5-ാമത്തെ ആയത്ത് യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ഇതാ മതത്തെ നാം നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. ഇതിന്റെ വ്യാഖ്യാനത്തിൽ തഫ്സീറിന്റെ ഉലമാക്കൾ പറയുന്നുണ്ട്, ഇസ്ലാമിലുള്ള എല്ലാ വിധിവിലക്കുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നാം മാർഗം പിൻപറ്റുക. ഇഹലോകവും പരലോകവും സുരക്ഷിതമാക്കുവാനുള്ള മാർഗം ഇത് മാത്രമാണ്. ചില ആളുകൾ ദുനിയാവിന്റെ പിന്നാലെ ഓടും. പക്ഷെ ദുനിയാവ് അവർക്ക് ലഭിക്കില്ല. പരലോകത്തെത്തുമ്പോൾ അതും നഷ്ടപ്പെടും. അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഫുതൂഹുൽ ഗൈബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തില് ഒരുപാട് മഖാലത്തുകൾ, ഒരുപാട് ഉപദേശങ്ങൾ നൽകുന്ന ഗ്രന്ഥമാണ്. അതിൽ അദ്ദേഹം ഭൗതികവും പാരത്രികവുമായ നഷ്ടം സംഭവിക്കുന്നവരെ പറ്റി പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഒരു മനുഷ്യൻ അയാൾക്ക് പരലോകത്തെ ശ്രദ്ധിക്കാൻ സമയമില്ല. മരണാനന്തര ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള കർമ്മങ്ങളും അമലുകളും ആരാധനകളും ചെയ്യാൻ സമയമല്ല. അവിടത്തേക്ക് പഠിക്കുവാനും പകർത്തുവാനും സമയമല്ല. നേരത്തെ ജമാഅത്തിന് പോകുവാനോ ഖുർആൻ ഓതുവാനോ ദിക്ർ ചൊല്ലുവാനോ പാവങ്ങളെ സഹായിക്കുവാനോ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുവാനോ ഇതിനൊന്നും എനിക്ക് സമയമില്ല. അവൻ എങ്ങനെയെങ്കിലും അവന്റെ കടം കൂടണം, ഒന്ന് ബാങ്ക് ബാലൻസ് ഉയർത്തണം, അവന്റെ വീടൊന്ന് പൂർത്തിയാക്കണം, നല്ല ജോലി കിട്ടണം, നല്ലൊരു കാറ് വാങ്ങണം. ഈ ചിന്തയുമായി അതിന്റെ പിന്നാലെ ഓടാണ്. കുറച്ചൊരു സമ്പത്തൊക്കെയായി ഒന്ന് രക്ഷപ്പെട്ടിട്ട് ഇതിലേക്കൊക്കെ വരാം. ആ ഓട്ടപ്പാച്ചിലിനിടയിൽ ദുനിയാവിന് കിട്ടൂല. കാരണം അത്ര കിട്ടിയാൽ ആർക്കും മതിയാവില്ലല്ലോ. എന്ത് കിട്ടിയാലും അതിനേക്കാൾ മുകളിൽ ഇനിയും സൗകര്യങ്ങളുണ്ട്, അതിനേക്കാൾ മുകളിൽ ഇനിയും ആവശ്യക്കാരുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ അതിന്റെ പിന്നാലെ എത്ര ആർത്തി കൊണ്ടോടിയാലും അവനത് കിട്ടൂല. അവസാനം ആ ഓട്ടപ്പാച്ചിലും ഇടയ്ക്ക് മലക്കുൽ മൗത്ത് വന്നവന്റെ ആത്മാവിനെ ഏറ്റെടുത്തുകൊണ്ട് തിരിച്ചു പോകും. അപ്പോൾ ദുനിയാവ് അവന് ലഭിച്ചില്ല. ഹസ്റ ദുനിയ, പരലോകം ലഭിച്ചില്ല. വല്ലാഹിറ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ട ഇതാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഏറ്റവും പ്രധാനം പരലോകമാണ്, ഏറ്റവും പ്രധാനം മരണാനന്തര ജീവിതമാണ്, ഏറ്റവും പ്രധാനം ആഖിറമാണ്. ആഖിറത്തെ ഓർത്തുകൊണ്ട്, പരലോകത്തെ ഓർത്തുകൊണ്ട്, മരണാനന്തര ജീവിതത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മുഅ്മിനിന് ദുനിയാവ് താൽക്കാലികമായ ഒരു ഇടത്താവളമായിരിക്കും. അതുകൊണ്ട് ദുനിയാവിന് വിലക്കപ്പെടുമോ? അതുമില്ല. ദുനിയാവിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് അർഹിക്കുന്ന, അനുവദിക്കുന്ന എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉപയോഗിക്കാം. വീടുണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ടില്ല, നല്ല വാഹനം വാങ്ങരുതെന്ന് പറഞ്ഞിട്ടില്ല, നല്ല ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല, നല്ല പണം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. ഒക്കെ ആവാം. പക്ഷെ അത് മാത്രമാകുന്ന ഒരു ജീവിതമുണ്ടല്ലോ, അത് വലിയ നഷ്ടമായിരിക്കും. മനുഷ്യനൊരിക്കലും സ്വസ്ഥതയും സമാധാനവും ദുനിയാവിൽ നിന്ന് മാത്രം ലഭിക്കില്ല. എത്ര സമ്പത്തുണ്ടെങ്കിലും, എത്ര സൗന്ദര്യമുണ്ടെങ്കിലും, എത്ര ആരോഗ്യമുണ്ടെങ്കിലും, എത്ര സംവിധാനങ്ങളുണ്ടെങ്കിലും അവൻ അതുകൊണ്ട് മാത്രം തൃപ്തമാവില്ല. അവന്റെ മനസ്സ് സ്വസ്ഥമാവില്ല, അവന്റെ മനസ്സ് ടെൻഷൻ മുക്തമാവില്ല. എപ്പോഴും അവൻ മുകളിലേക്ക് നോക്കും, എപ്പോഴും ആർത്തിയായിരിക്കും. ഒന്ന് ലഭിച്ചാലും മതിയാവില്ല. പക്ഷേ
അള്ളാഹു നൽകിയ വിഭവങ്ങളിലുള്ള ആ സംതൃപ്തി ഉണ്ടല്ലോ, ആ സംതൃപ്തി യഥാർത്ഥത്തിൽ വിശ്വാസിക്ക് ലഭിക്കേണ്ടത്, അള്ളാഹ് നൽകിയതിലുള്ള തൃപ്തി ലഭിക്കേണ്ടത് ഈമാനിന്റെ അടിസ്ഥാനത്തില്, ഖുർആൻ അവന് നൽകിയ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ഒരു ഭാഗ്യവാനായ, ഏറ്റവും സുഖ ആസ്വാദനമുള്ള, സമാധാനമുള്ള ഒരു മനുഷ്യരെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആരാന്നറിയോ? ഒരാൾക്ക് ഒരു ദിവസത്തെ ജീവിതത്തിന്റെ പ്രയാസങ്ങളൊന്നുമില്ലാത്തൊരു ജീവിതത്തിന്റെ ഒരു അടയാളപ്പെടുത്തൽ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. ഒരാൾക്ക് അന്ന് ജീവിക്കാനുള്ള, ഭക്ഷിക്കുവാനുള്ള ഭക്ഷണമുണ്ട്, അവന് പാർക്കുവാനുള്ള പാർപ്പിടമുണ്ട്, അവന്റെ കുടുംബത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഇങ്ങനെ ഒരു ദിവസം ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, ആരോഗ്യമുള്ള, ഭക്ഷണമുള്ള, അതേപ്രകാരം തന്നെ പാർപ്പിടമുള്ള ഒരാള്, പ്രിയപ്പെട്ടവരെ, അയാളാണ് ദുനിയാവിൽ ഏറ്റവും നല്ല ഭാഗ്യവാൻ. നമ്മൾ ഒരു ദിവസമല്ലല്ലോ ആലോചിക്കുന്നത്, ഒരുപാട് കാലം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷെ എത്ര കാലമെന്ന് നമുക്കാർക്കും അറിയില്ല. അതുകൊണ്ട് ഇസ്ലാമിക ജീവിതം നയിക്കുകയും പരലോകത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവർ ഖുർആൻ പഠിപ്പിച്ച ഈ ജീവിതത്തിന്റെ കാഴ്ചപ്പാട് അവരുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അല്ലാത്തിടത്തോളം ഒരിക്കലും അവരെ ജീവിത വഴിയിലൂടെ, ഇസ്ലാമിക വഴിയിലൂടെ ആദർശബന്ധിതമായ ഒരു ജീവിതം നയിക്കുന്നവരായി കാണാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ടാണ് നേരത്തെ ഇവിടെ എന്റെ സുഹൃത്ത് പറഞ്ഞത്, ഹാൻസ് ചുണ്ടിനടിയിൽ വെച്ച് അത് എടുത്തെറിഞ്ഞ് കയറി വരുന്ന പള്ളി, അത് മുജാഹിദാകാം, സംസ്ഥയാകാം, ഒക്കെ ആകാം. അതിന് വ്യത്യാസമില്ലാത്തത് എന്തുകൊണ്ടാണ്? ആദർശം പറയാനോ എഴുതി വെക്കാനോ തലക്കെട്ടിൽ എഴുതി വെക്കാനോ ഉള്ളതെല്ലാം ജീവിതം കൊണ്ട് കാണിക്കാനുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോ ഒരു സംഘടനയുടെ നേതാവ് നമ്മുടെ കൈപിടിക്കില്ലല്ലോ, ഒരു തരീക്കത്തിന്റെ ശൈഖ് നമ്മുടെ കൈപിടിക്കില്ലല്ലോ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് നമ്മുടെ കൂടെ വരില്ലല്ലോ. ആരും നമ്മളെ രക്ഷപ്പെടുത്താൻ അവിടെ ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. അള്ളാഹു അത് കൃത്യമായി പറഞ്ഞു, ഒരാളുടെ പാപഭാരവും മറ്റൊരാൾ വഹിക്കില്ല കേട്ടോ, ആരും വഹിക്കില്ല. അതുകൊണ്ട് നമ്മുടെ തിന്മയും നമ്മുടെ നന്മയും നമ്മുടെ ചുമലിലായിരിക്കും. എത്ര തിന്മകൾ ചെയ്തവരാണെങ്കിലും തെന്മയുണ്ട് അതിനെ അതിജയിക്കാൻ സാധിക്കേണ്ടതുണ്ട്. ഇസ്ലാമാകുന്ന ഈ ദർശനം നമ്മുടെ കയ്യിലുണ്ടായിരുന്നിട്ട് ഒരു താമരയുടെ ചുവട്ടിൽ നിന്ന് ഒരു തവളക്ക് ആ പുഷ്പത്തിന്റെ സൗരഭ്യവും സൗന്ദര്യവും അതിനുള്ള മാധുര്യവും പകരാൻ കഴിയാത്തതുപോലെ നമ്മുടെ കയ്യിലുള്ള ഇസ്ലാമിന്റെ സൗന്ദര്യം നമുക്കറിയുന്നില്ല. പക്ഷെ അമേരിക്കയിൽ, അതേപ്രകാരം തന്നെ യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമാണ്. കാരണം അവർക്ക് ഭൗതിക വിഭവങ്ങൾ ഒരുപാടുണ്ട്, അതുകൊണ്ടൊന്നും അവർക്ക് സമാധാനം കിട്ടുന്നില്ല. മുഹമ്മദ് മഹ്മൂദ് പിത്താൾ തന്റെ ഒരു ട്രെയിൻ അനുഭവം വിശദീകരിച്ചുകൊണ്ട് ഖുർആനിന്റെ ഒരു ആയത്ത് ചേർത്തി പറയുന്ന ഒരു രംഗം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. അദ്ദേഹം ഇതുപോലെ പാശ്ചാത്യ നാടുകളിൽ നിന്ന് ഒരു ട്രെയിനിലൂടെ യാത്ര പോവുകയാണ്. എല്ലാവരും ഉന്നതന്മാരായ ഉദ്യോഗസ്ഥന്മാർ, വലിയ വലിയ ജോലിയും വലിയ വലിയ സൗകര്യങ്ങളും സമ്പന്നതയുമുള്ള ആളുകളാണ്. പക്ഷെ ആരുടെ മുഖത്തും ഒരു സംതൃപ്തിയുടെ, സമാധാനത്തിന്റെ, ശാന്തിയുടെ അടയാളം കാണുന്നില്ല. അല്ലേ? ആളുകൾ നോക്കൂ, നിങ്ങൾ വലിയ ബിസിനസ്സുകാരെ, വലിയ ഉദ്യോഗസ്ഥന്മാരെ, വലിയ പദവിയിലുള്ള ആളുകളെ എപ്പോഴാണ് സ്വസ്ഥതയുള്ളത്? എപ്പോഴാണ് മനം നിറഞ്ഞ് സമാധാനത്തോടെ അവർക്ക് ജീവിക്കാൻ പറ്റുന്നത്? ഓരോ ദിവസവും ടെൻഷനും, നാളത്തെ ബിസിനസ്, നാളത്തെ കാര്യം, നാളത്തെ ഫയലുകൾ, നാളത്തെ പ്രശ്നങ്ങൾ. അല്ലെ? അദ്ദേഹം തിരിച്ചു വന്ന് ഖുർആന്റെ ആയത്ത് എടുത്തു നോക്കി, ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യൻ എന്തിനാ ഇങ്ങനെ ഓടുന്നത്? എന്റെ വീട് മറ്റവന്റെ വീടിനേക്കാൾ വലുതാകണം, എന്റെ മക്കൾ അവന്റെ മക്കളെക്കാൾ വലുതാകണം, എന്റെ മക്കൾ അവന്റെ മക്കൾ പഠിച്ചതിനേക്കാൾ കൂടുതൽ പഠിക്കണം, അവന്റെ കാറിനേക്കാൾ വലിയ കാർ എനിക്ക് വേണം, അവന് കിട്ടിയ ശമ്പളത്തെക്കാൾ കൂടുതൽ ശമ്പളം എനിക്ക് ലഭിക്കണം. അങ്ങനെ ജീവിതത്തിന്റെ മാത്സര്യത്തിന്റെ ലോകത്ത് ആളുകൾ ഇങ്ങനെ ഓടിപ്പായുകയാണ്. അവസാനം
സുർത്തുമുൽ മഖാബിർ, കുഴിമാടങ്ങളിലേക്ക് എത്തുന്നത് വരെ, കബറിടങ്ങളിലേക്ക് എത്തുന്നത് വരെ, കബറിടങ്ങളിലേക്ക് എത്തുന്നത് വരെയുള്ളൂ മനുഷ്യന്റെ ഈ ഓട്ടങ്ങളൊക്കെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചുപോയ ഏതെങ്കിലും ആളുകൾ നമ്മുടെ മനസ്സിൽ നിന്ന് കൊണ്ടുപോവാം. എന്ത് ഓട്ടമായിരുന്നു അവന്റെ ഓട്ടം! ജീവിതത്തിൽ എല്ലാം വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടമായിരുന്നില്ലേ? ألا فانظروني قد خرجت بلا شيء. ജനിച്ചു വീഴുന്ന കുട്ടികളെ കണ്ടിട്ടില്ലേ നിങ്ങൾ? ആ പിഞ്ചോമനുകളുടെ കരങ്ങൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചത് കാണാറില്ലേ? കൊച്ചുകുട്ടികളുടെ ആ കരം കൂട്ടിപ്പിടിച്ചടിക്കുന്നതിന്റെ ലക്ഷ്യമെന്താണ്? ഇഷാറത്ത് എന്താണ്? സൂചന എന്താണ്? എല്ലാം തന്റെ കൈപ്പിടി ഒതുക്കണമെന്ന് ആ കൊച്ചുകുട്ടി വിചാരിക്കുന്നത്. വളർന്നു വരുമ്പോ അവൻ കാണുന്ന ലോകത്തിന്റെ ഉന്നതിയിലെത്താനുള്ള പാച്ചനാണ്. പിന്നെ എല്ലാരെക്കാളും കൂടുതൽ പൈസ ഉണ്ടാക്കണം, എല്ലാരെക്കാളും കൂടുതൽ ഖ്യാതി ഉണ്ടാകണം, എല്ലാരെക്കാളും നല്ല മൊബൈൽ ഉണ്ടാകണം. അങ്ങനെ എല്ലാവരെക്കാളും മുന്നിലെത്താനും മുഴുവൻ വെട്ടിപ്പിടിക്കാനുമുള്ള ഓട്ടപ്പാച്ചിലിനിടയിൽ കയ്യെന്ന് നിവർത്തിപ്പിടിച്ചൊരു തിരിച്ചു പോക്കുണ്ട്. ആ നിവർത്തിപ്പിടിച്ച കരങ്ങളുമായി തിരിച്ചു പോക്കുമ്പോൾ അതിനുമൊരു സൂചനയുണ്ട്, അതിനുമൊരു ഇശാറത്തുണ്ട്. നോക്കൂ, ഞാൻ വാങ്ങി വെച്ച കാറിൽ എന്നെ കൊണ്ടുപോകുന്നില്ല, ഞാൻ കെട്ടിയിറക്കിയ മണിമാളികയിൽ എന്നെ കബറടക്കുന്നില്ല, എന്റെ ബാങ്ക് ബാലൻസൊന്നും എന്റെ കബറിലേക്ക് കൊണ്ടുവരുന്നില്ല, എന്റെ സൗകര്യങ്ങളും എന്റെ മെത്തകളും എന്റെ കബറിലേക്ക് കൊണ്ടുവരുന്നില്ല. ഒന്നുമില്ലാതെ ഞാൻ തിരിച്ചു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, കേവലം 1 മാസം, 2 മാസം, 1 വർഷം, പിന്നെ വിസ്മൃതി. അവൻ മരിച്ചോയല്ലോ എന്ന് 1, 2, 3 മാസം കഴിഞ്ഞാൽ നമ്മളെപ്പറ്റി ആരും ഓർക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിനെ പറ്റി പറഞ്ഞിടത്തും ഖബറുമായി ബന്ധപ്പെട്ട് പറഞ്ഞിടത്തും പല സൂചനകളും പല ആഹ്വാനങ്ങളും സൂചിപ്പിച്ചിടത്ത് നമുക്ക് കാണാമൊരു മനുഷ്യന്റെ അവസ്ഥ. ആ ഖബറിടത്തിലെത്തിക്കഴിഞ്ഞാൽ ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന രംഗമുണ്ട്. അഥവാ പുറത്തിരിക്കുന്ന ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ ഒരു കവിതയെ ഉദ്ദേശിച്ചുകൊണ്ട് പറയാറുണ്ട്: ഓ ഖബറാളികളെ, ഇന്നലെ വരെ നിങ്ങൾ ആരായിരുന്നു? കഴിഞ്ഞുപോയ കാലത്ത് നിങ്ങൾ ആരായിരുന്നു? നിങ്ങളുടെ പ്രൗഢി എന്തായിരുന്നു? നിങ്ങളുടെ ആസ്വാദനങ്ങളും നിങ്ങളുടെ സൗന്ദര്യങ്ങളും എന്തായിരുന്നു? നിങ്ങൾ എന്തെന്ത് അഹങ്കാരികളായിരുന്നു? നിങ്ങൾക്ക് എന്തെന്ത് സ്വപ്നങ്ങളുണ്ടായിരുന്നു? പക്ഷെ എല്ലാം അവസാനിച്ചില്ലേ? ആരും നിങ്ങളെപ്പറ്റി ഇപ്പോൾ പറയുന്നില്ല, ആരും നിങ്ങളെ ഓർക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, എത്ര കാലമാണ് ആ ഖബർ ജീവിതം നമുക്കുണ്ടാവുക? എത്ര കാലമാണ് പരലോകമുണ്ടാവുക? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, ഒരു വലിയ കടലിൽ നിങ്ങളുടെ വിരലൊന്ന് മുക്കി അതൊന്ന് പുറത്തേക്കെടുക്കുമ്പോ ആ വിരൽക്കലത്തിന്റെ മുമ്പിൽ തൂങ്ങി നിൽക്കുന്ന ജലത്തുള്ളികളുണ്ടല്ലോ, ആ ജലത്തുള്ളികളുടെ അത്രയേ ഇഹലോകമുള്ളൂ. അത്രയേ ഉള്ളൂ. ഇതിനു വേണ്ടിയാണ് എല്ലാ ഓട്ടവും, ഇതിനു വേണ്ടിയാണ് എല്ലാ പാച്ചിലും, ഇതിനു വേണ്ടിയാണ് എല്ലാ ചിന്തയും, ഇതിനു വേണ്ടിയാണ് എല്ലാ പരിശ്രമവുമെങ്കിൽ എന്ത് വിട്ടികളാണ് നമ്മൾ? ഒരു വലിയ മഹറവിടെ കിടപ്പുണ്ട്, ഒരു വലിയ കടൽ അവിടെ കിടപ്പുണ്ട്, ആ വലിയ ജീവിതം അവിടെ കിടപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലുമൊക്കെ കയ്യിലുണ്ടാകണ്ടേ? എന്തെങ്കിലുമൊക്കെ സമ്പാദ്യങ്ങൾ വേണ്ടേ? ഒരു സമ്പാദ്യവുമില്ലാതെ തിരിച്ചു പോകേണ്ടി വന്നാൽ എന്ത് വലിയ നഷ്ടമായിരിക്കും അവിടെ ഉണ്ടാവുക? വിശ്വാസികൾ ആണോ? പ്രിയപ്പെട്ടവരെ, തയ്യാറെടുക്കണം. തയ്യാറെടുത്തേ മതിയാകൂ. രക്ഷയൊന്നുമില്ല. നമുക്കെന്തുണ്ടായിട്ടും ഒന്നുമില്ലാത്തിടത്തേക്ക് പോകുമ്പോ കയ്യിലുള്ള അമല് സ്വാലിഹാത്തുകൾ കുറവാണെങ്കിലും വലിയ നഷ്ടമായിരിക്കും. തിരിച്ചു വരവൊരിക്കലും പ്രതീക്ഷിക്കേണ്ട. ജീവിതം ഒറ്റ ചാൻസാണ്. രണ്ടാമത്തെ ചാൻസ് പഠിച്ചുകൊണ്ടിരൂല്ലോ. അത് ഒറ്റ തവണ മാത്രമാണ്. SSLC പരീക്ഷയ്ക്ക് 1 പ്രാവശ്യം തോറ്റുപോയാലും പിന്നെ താൽക്കാലികമായി ടെമ്പററി അല്ലെങ്കിൽ സപ്ലിമെന്ററി പരീക്ഷ എഴുതി ജയിക്കാവുന്നതാണ്, പരീക്ഷ എഴുതി ജയിക്കാവുന്നതാണ്.
അടുത്ത പരീക്ഷയ്ക്ക് നോക്കാവുന്നതാണ്. ഒരു PSC എക്സാം തോറ്റാലും മറ്റേ പരീക്ഷയ്ക്ക് ശ്രമിക്കാവുന്നതാണ്. ജീവിതം ഒറ്റത്തവണയേ ഉള്ളൂ. രണ്ടാമത് പടച്ചവൻ ചാൻസ് തരൂലട്ടോ. മരിക്കുന്ന സമയത്ത് തിരിച്ച് ചാൻസ് ചോദിക്കും എത്ര ആളുകൾ. പടച്ചോനെ 15-ാം വയസ്സ് മുതൽ ഞാൻ ഓടാൻ തുടങ്ങിയതാണ്, എനിക്കൊന്നിനും സമയം കിട്ടിയിരുന്നില്ല. നന്നാകാൻ ഒരു 10-40 വയസ്സാകട്ടെ എന്ന് വിചാരിച്ചതാ. ഇടയ്ക്ക് തിരിച്ചു പോകേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല. ഒരു ചാൻസ് തരുമോ ദുനിയാവിലേക്ക്? ഞാൻ നന്നാകാമെന്ന് പറയുമ്പോ സമയം വന്നെത്തിക്കഴിഞ്ഞാല്, നേരം വന്നെത്തിക്കഴിഞ്ഞാല്, മലക്കുൽ മൗത്ത് വന്നു കഴിഞ്ഞാല് ഒരു രണ്ടാമത്തെ ചാൻസ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല കേട്ടോ. അള്ളാഹു കൊണ്ടുപോകും, പിന്നെ തിരിച്ചു തരികയില്ല. ജീവിതം അവിടെ തീർന്നു. എന്തുണ്ട് കയ്യിലെന്ന് ആലോചിക്കുക. പരിശോധിക്കേണ്ടത് ഇവിടെയാണ്. അവിടെ നിന്ന് പരിശോധിക്കുമ്പോ കയ്യിലൊന്നുമില്ലെങ്കിൽ അള്ളാഹുവിനോട് മരിക്കുന്ന മനുഷ്യൻ മരണത്തിന്റെ ആ സമയം മുതൽ പരലോകത്തിന്റെ ഓരോ അവസ്ഥയിലും ചോദിച്ചുകൊണ്ടിരിക്കും, റബ്ബേ മടക്കം തരുമോ, റബ്ബേ ജീവിതം തരുമോ, റബ്ബേ ദുനിയാവിലേക്ക് എന്നെയൊന്ന് മടക്കി തരുമോ. വലവുത്തറാ ഇതിൽ മുജ്രിമൂന നഖിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം റബ്ബനാ അബ്സർനാ വസമഅനാ ഫർജിഅനാ നഅമൽ സാലിഹൻ ഇന്നാ മൂഖിനൂൻ. നീ അവരെ കാണുമായിരുന്നെങ്കിൽ ഖുർആൻ പറയാണ്, ആര് ഹെഡ്മാസ്റ്ററിന്റെ മുമ്പിൽ തല താഴ്ത്തി നിൽക്കുന്ന ഒരു കൊച്ചുകുട്ടിയെ പോലെ റബ്ബിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോ അനുഭവിച്ച ഈ അനുഗ്രഹങ്ങളൊക്കെ നന്ദികെട്ട ജീവിതം നയിച്ച് തൊലച്ചവര് പട്ടിക്ക് ഭക്ഷണം കൊടുത്താൽ രാത്രി നേരം ഉറക്കമൊഴിക്കുന്നത് കാണാറില്ലേ? നായക്ക് ഭക്ഷണം കൊടുത്താൽ വാലാട്ടുന്നത് കാണാറില്ലേ? പോത്തിന് ഭക്ഷണം കൊടുത്താൽ നമുക്ക് വേണ്ടി വയലേലകളിൽ പണിയെടുക്കാറില്ലേ? ആനക്ക് ഭക്ഷണം കൊടുത്താൽ നമുക്ക് വേണ്ടി തടി വലിക്കില്ലേ? കുതിരക്കും കഴുതക്കും ഭക്ഷണം കൊടുത്താൽ നമുക്ക് വേണ്ടി ഭാരം ചുമക്കില്ലേ? മനുഷ്യ, നിനക്ക് പടച്ചോൻ ചെയ്തു തന്ന അനുഗ്രഹം എത്രയാ? കണക്കാക്കാൻ പറ്റാത്ത അത്ര അനുഗ്രഹം അനുഭവിച്ചിട്ട്, അവന്റെ വായു ശ്വസിച്ചിട്ട്, അവൻ തന്നെ ജീവിതം കൊണ്ട് നീ അടിച്ചു പൊളിച്ചിട്ട് ലോകത്തെത്തുമ്പോ റബ്ബനാ ഇപ്പൊ ഞങ്ങൾ കണ്ടുനാഥാ, ഇപ്പൊ ഞങ്ങൾ കേട്ടുനാഥാ, ഒരു മടക്കം തരുമോ ജീവിതത്തിലേക്ക്, ഒരു മടക്കം തരുമോ ദുനിയാവിലേക്ക്, ഞങ്ങൾ നന്നാകാമെന്ന് പറഞ്ഞാൽ അവിടെയും സാധ്യമല്ല. നരകത്തിലെത്തിയിട്ട് പോലും ആളുകൾ ചോദിക്കും, അത്രേ പടച്ചോനെ ഒരു തിരിച്ചുവരവ് തരുമോ? അതുകൊണ്ട് കൂട്ടരെ, പരലോകമില്ലാൻ വിചാരിക്കാം. നേരത്തെ പറഞ്ഞ EMS-നെ പോലെ, യുക്തിവാദികളെ പോലെ, നിരീശ്വരവാദികളെ പോലെ എന്ത് പരലോകം, എന്ത് സ്വർഗം, എന്ത് നരകം, എന്ത് ഹിസാബ്, എന്ത് വിചാരണ, അങ്ങനെ ചിന്തിക്കാൻ വിചാരിച്ചു. അവന്റെയും നമ്മുടെയും ജീവിതം ദുനിയാവിൽ ഒരുപോലെ തന്നെയാണ്. അള്ളാഹു പോലും നമുക്കൊക്കെ അള്ളാഹു അനുഗ്രഹം ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ ഇനി ഉണ്ടെങ്കിലോ ശാസ്ത്രജ്ഞനും വൈദ്യശാസ്ത്രജ്ഞനും പറഞ്ഞു, മരിച്ചവരെ രണ്ടാമതൊരു പുനർജന്മമില്ല, മരിച്ചിട്ട് രണ്ടാമത് ജനിക്ക്, അങ്ങനൊരു സംഭവം തന്നെയില്ല. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതാ ശരിയെന്ന് വിചാരിച്ചോ? മരിച്ചിട്ടൊരു ജീവിതമില്ല, ഈ ജീവിതം തന്നെയാണ് ജീവിതം. അതുകൊണ്ട് അടിച്ചു പൊളിച്ചേക്കണമെന്ത് വന്നാലും എനിക്കാസ്വദിക്കണം. മുന്തിരിച്ചാറുപോലുള്ളൊരു ജീവിതം അടിച്ചു പൊളിക്കണമെന്ന് ആഗ്രഹിച്ച് ജീവിച്ചു എന്ന് വിചാരിച്ചോ? പക്ഷേ ഇങ്ങനെ ജീവിക്കുമ്പം നിനക്കും എനിക്കുമൊക്കെ ഭൗതിക ലോകത്തുള്ള വിധിവിലക്കുകൾ ഒരുമിച്ച് തന്നെയല്ലേ? നീ കണ്ടുപിടിച്ച് വഴിയോരത്ത് കിടന്നാൽ സമൂഹം മുഴുവനും നിന്നെ അവഹേളിക്കില്ലേ? നീ ആരുടെയെങ്കിലും പണം മോഷ്ടിച്ചാൽ സമൂഹം നിന്നെ ശിക്ഷിക്കില്ലേ? ഇങ്ങനെ എല്ലാ തിന്മകളും തിന്മകളായി സമൂഹം അംഗീകരിക്കുന്നു. അത് റബ്ബിലുള്ള വിശ്വാസം കൊണ്ട് അംഗീകരിക്കുമ്പോൾ നമുക്ക് പരലോകത്ത് കൂലി കിട്ടുന്നു. അങ്ങനെ പരലോകത്തിന്റെ വിശ്വാസം കൊണ്ട് നടന്ന ഞാൻ ആ പരലോകമില്ലെന്ന് വിശ്വസിച്ചാൽ നിന്റെ വിശ്വാസം അങ്ങാണ് ശരിയായാൽ എനിക്കൊരു നഷ്ടമൊന്നുമില്ല. പക്ഷേ അത് യാഥാർത്ഥ്യമാണ്, അത് വരാൻ പോകുന്ന ലോകമാണ്. ഇല്ലെന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയില്ല. തീർച്ചയായിട്ടും
അത് യാഥാർത്ഥ്യമായി വന്നാൽ ഏറ്റവും വലിയ നഷ്ടം നിനക്കായിരിക്കില്ലേ? ഇല്ലെങ്കിൽ നന്നായിരുന്നു, പക്ഷെ ഇല്ലാതാവില്ല. അതുകൊണ്ട് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. പരലോകം നമ്മുടെ മുമ്പിലുണ്ട്. ദുനിയാവ് വളരെ കുറഞ്ഞ കാലാണ്. സത്യവിശ്വാസത്തിന്റെയും സൽപാന്താവിന്റെയും വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയണം. ഇഹലോകമെന്ന് പറയുന്ന താൽക്കാലികമായ ഈ ഇടത്താവള എത്രയൊക്കെ ചൂഷണങ്ങൾ നിറഞ്ഞതും ആർത്തി നിറഞ്ഞതുമാണെങ്കിലും ചൂഷണമുക്തമായ അള്ളാഹുവിൽ വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ ലഭിക്കേണ്ടുന്ന സമാധാനം ലഭിക്കുന്നവരായി, അതോടൊപ്പം വിശ്വാസത്തിന്റെ കരുത്തിൽ എല്ലാ പ്രശ്നങ്ങളെയും അതിജയിക്കുന്നവരായി, അതോടൊപ്പം സാമൂഹ്യ സേവനങ്ങളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ തൗഹീദിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മുന്നേറുന്നവരായി നമുക്ക് മാറിത്തീരാൻ കഴിയണം. അല്ലാഹു ശ്രമിക്കുമാറാകട്ടെ. സംസാരിപ്പിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ശബ്ദത്തിന്റെ ചില പ്രശ്നങ്ങളുള്ളത് കൊണ്ട് നിരന്തരമായ പ്രസംഗങ്ങൾ തുടരുന്നത് കൊണ്ട് ചില പ്രയാസങ്ങളുണ്ട്. ഏതായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്. എനിക്ക് തോന്നുന്നത് കനാളൂരിൽ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ പ്രസംഗത്തിന് വന്നത്. പിന്നീട് ഇന്നാണ് വരുന്നത്, എന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് ഇവിടെ ഉണ്ടായിരുന്ന, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന, നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള ഒരുപാട് ആളുകൾ ഇന്ന് നമ്മളിൽ നിന്ന് പിരിഞ്ഞുപോയി. ഇനി അടുത്ത് വരുമ്പോൾ എനിക്ക് വരാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷേ ഇനി വന്നാൽ ഈ കേട്ടവരാരെങ്കിലും ഉണ്ടാവോ എന്നും അറിയില്ല. ഇതൊക്കെ നമ്മൾ ഈ ജീവിത യാത്രയിലൂടെ പോകുമ്പോൾ ഇടക്കങ്ങോട്ട് ഇറങ്ങിപ്പോകും, ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് പോലെ ജീവിതത്തിൽ നിന്നിട്ട് ഇറങ്ങിപ്പോകുന്ന ആളുകളാണ് നമ്മളൊക്കെ. അതുകൊണ്ട് സതുദ്ദേശത്തോടുകൂടി വന്നിരുന്ന ഈ കേട്ടതൊക്കെ, നാം പറഞ്ഞതൊക്കെ യഥാർത്ഥത്തിൽ പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്ന, ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ചിന്തയോടുകൂടി വിശ്വാസത്തിന്റെ മേഖലയിൽ, ആചാരത്തിന്റെ മേഖലയിൽ, സ്നേഹത്തിന്റെ മേഖലയിൽ, ഇസ്ലാമിനെ പറ്റി, ഖുർആനിനെ പറ്റി, പ്രവാചകനെ പറ്റി പറഞ്ഞതൊക്കെ നമ്മുടെ നന്മക്ക് വേണ്ടിയാണ്. ആ ഒരു ചിന്തയോടുകൂടി ഇതിനെ ചിന്തിപ്പിക്കുക, ജീവിതം അള്ളാഹു സമർപ്പിക്കാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഇനി എന്തൊക്കെ ബോധവൽക്കരണങ്ങൾ നടത്തിയാലും പരലോക ബോധത്തെ പോലെ ഒരു ബോധവും നിങ്ങളെ നന്നാക്കി തീർക്കൂല. അതുകൊണ്ട് നന്നാകാൻ ശ്രമിക്കുക. എത്രയോ ചെറുപ്പക്കാരല്ലേ പെട്ടെന്ന് മരിച്ചു പോകുന്നത്, ബൈക്ക് തന്നിപ്പോയിട്ടും രാത്രി കിടന്നുറങ്ങിയിട്ട് നേരം കൊടുക്കാതെ ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ കുറെ കാലം ജീവിക്കുമെന്നൊന്നും വിചാരിക്കേണ്ട. എനിക്കറിയാവുന്ന ഒരുപാട് ചെറുപ്പക്കാരെ അവർ ചെറുപ്രായത്തിൽ തന്നെ മയക്കുമരുന്ന് ഉപയോഗിച്ച് മരണപ്പെട്ടു പോയവരുണ്ട്. ഞാൻ ആലോചിച്ചു പോവുകയാണ്, കുറച്ചൊരു എന്തായിരിക്കും പരലോകത്തവരുടെ അവസ്ഥ? നമുക്കൊക്കെ ആലോചിക്കേണ്ടുന്ന വിഷയമാണത്. ഓരോ ചെറുപ്പക്കാരും നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കുക. എന്റെ ഈ ചോരത്തിളപ്പ് അള്ളാഹു എന്നോട് ആവശ്യപ്പെടുന്നതാണ്, ഈ ദീൻ ആവശ്യപ്പെടുന്നതാണ്, ഈ ഇസ്ലാം ആവശ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് ഈ നാട്ടിലെ പാവങ്ങൾക്ക് സേവനം ചെയ്യാൻ ഞാൻ അത് ഉപയോഗപ്പെടുത്തുമെന്ന ഒരു ഉറച്ച പ്രതിജ്ഞ നമുക്കുണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ കേട്ടതുമെല്ലാം അവൻ സ്വീകരിക്കുന്നത് സ്വാലിഹായ അമലാക്കി തീർക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ, നമ്മളിൽ നിന്ന് പിരിഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, നമ്മുടെ ആദർശത്തിന്റെ വക്താക്കൾ, അള്ളാഹു അവർക്കൊക്കെ മഹ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മയും അവരെയും അവന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. അതിൽ സുന്നത്തുൽ ജമാഅത്തിന്റെ ആദർശം അനുസരിച്ച് ജീവിക്കുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ചൂഷണത്തിന്റെ വാതിലുകൾ തുറന്ന് സുന്നത്തുൽ ജമാഅത്തിന്റെ വ്യാജ മേൽവിലാസം മുട്ടിച്ച് അതിൽ വഞ്ചിതരായി പോകാതിരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بانواع رحمتك يا ارحم الراحمين وصلى الله على محمد وعلى ال محمد والحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته.